പ്രയർ ഫാമിലിക്ക് എല്ലാവർക്കും സ്വാഗതം. ഉണർവയും വഴി ലഭിക്കാനുള്ള പാട്ടുപാടി ദൈവത്തെ മഹത്വപ്പെടുത്താം. ആമേൻ. പാൽ മണിക്കൂർ കണ്ടത്ര വായു സംഘടന
രോഗത്ത് മാറ്റപ്പെട്ടു പോകാനെ രോഗികളായ സമാധാനമില്ലാതെ സന്തോഷമില്ലാതെ ദുഃഖത്തിന് അവസരമായിരുന്നു സമാധാനത്തോടെ സന്തോഷം ആരോഗ്യത്തോടെ ബലത്തോടെ ഈ രാത്രികാലം കർത്താവെ സ്നേഹതീരം പ്രയർ ഫാമിലിയായി കർത്താവ് ഞങ്ങൾക്ക് ഒരുമിച്ച് വിദേശത്ത് സ്വദേശത്ത് കോൺഫറൻസ് കോളുമായിരുന്നു ഞങ്ങൾക്ക് ഒരുമിച്ച് രാത്രികാലം അപ്പൻ്റെ പാതകത്തിലേക്ക് അടുത്തുള്ള സുഹൃത്തുക്കളെ വലിയവനായ ദൈവം ഞങ്ങളെ സഹായിച്ച വൻകുറവക്കായി നന്ദിയോട് സ്തുതിക്കുന്ന സ്വാതന്ത്ര്യം കണ്ണീരും കാരണവേശനും പ്രാണമനത്തും കർത്താവെ അങ്ങ് കാറ്റുവെച്ച് നടത്തി എല്ലാ വിധങ്ങൾക്കായി നന്ദി കർത്താവ് ആയുസോടെ ആരോഗ്യ ബലത്തോടെ പിന്നെയും ഞങ്ങൾക്ക് ഒരു രാത്രികാലം കൂടി അപ്പം നൽകി തന്ന നല്ല അവസരങ്ങൾക്കായി നന്ദിയോട് സ്തുതിക്കുന്നു സ്തോത്രം ചെയ്യുന്നു കർത്താവ് എത്രയോ പ്രിയപ്പെട്ടവർക്ക് ലഭിക്കാത്ത ഒരു സൗഭാഗ്യം അപ്പം ഞങ്ങളുടെ ജീവിതം നൽകി തന്നതിനായി നന്ദിയോട് വാഴ്ത്തുകയാണ് കർത്താവെ ഈ രാത്രികാലത്തെ വചന ശുശ്രൂഷ ഏറ്റവും കർത്താവെ സഹായിക്കണമെന്ന് അവിടത്തോട് പ്രാർത്ഥിക്കുന്നു കർത്താവെ അത്കാലം ശക്തമായ നിദാസന കരങ്ങൾ ഉപയോഗിക്കണമേ എന്നെ ശക്തനാക്കുന്ന മുഖാതെ ഞാൻ സകലത്തിനും മതിയായ ദൈവമായ കർത്താവെ അപ്പ എന്റെ കരം കൂടി സഹായിക്കണം ശക്തമായി ഉപയോഗിക്കണം പുരുഷന്റെ മതം സംസാരിപ്പാൻ നിദാസന അധികാരപ്പെടുത്തുമാറാണ് പ്രാർത്ഥിക്കുന്നു രാത്രികാലം കർത്താവ് മോപക്ഷം കൂടാതെ ദൈവദൂതകൾ ദൈവ ആലോചനകളെ വെളിപ്പാടുകൾ വിളിച്ചു പറയുന്ന നിദാസന അധികാരപ്പെടുത്തണമേ പ്രാർത്ഥി ബന്ധനമില്ലാത്ത വചനം അനേക ഉള്ളങ്ങളെ ചെയ്യുമാറാണമേ പ്രാർത്ഥി രാത്രികാലം പാടുകൾ മനസ്സിൽ പിന്മാറ്റക്കാരും മടങ്ങി വരും കർത്താവ് ഇടയാക്കണമേ പ്രാർത്ഥിക്കുന്നു കർത്താവ് ഒരു ഭാവിയിൽ രാത്രിക്കാലം രക്ഷിക്കപ്പെടുക കർത്താവെ ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ് രാത്രിക്കാലം രോഗികളായി ഭാരപ്പെടുന്നവർക്കായി പ്രാർത്ഥി ഞങ്ങൾ ആൺപ്പെടുത്തത്തെ കരം തൊട്ട് സൗഖ്യപ്പെടുത്തി ആശ്വാസം കൊടുക്കുക വചനത്തിൽ തീ കത്തുവാൻ കർത്താവെ രോഗികൾ സൗഖ്യമാവും കർത്താവ് രോഗക്കിടക്ക് വിട്ട് എഴുന്നേൽപ്പാ സ്വർഗം അവിടുന്ന് ഇടയാക്കണമേ എന്നോർത്തോട് പ്രാർത്ഥിക്കുന്നു പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യത്തോടു കൂടി സഹായിക്കണമേ ആദ്യമുള്ള അവസാനത്തിന്മേലും കൂടി സഹായിക്കണമെന്ന് പ്രാർത്ഥനായ സ്തോത്രം യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ ആമേൻ രാത്രികാലത്ത് വചനം ശുശ്രൂഷിച്ച് ദൈവദാസനെ ക്ഷണിച്ചുകൊണ്ട് ഹല്ലേലൂയ. കർത്താവിന്റെ അതിപരിശുദ്ധ നാമം ഈ രാത്രി വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹീതമായ ഈ നല്ല രാത്രിയിൽ കർത്താവിനെ സ്തുതിപ്പാൻ കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ സ്വർഗത്തിലെ വലിയവനായ ദൈവം ഒരുക്കിയ മകൻ ഭാഗ്യത്തെ ഓർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുകയാണ്. ആകാശം മാറിയാലും ഭൂമി മാറിയാലും മാറാത്ത തിരുവചന സത്യവുമായി ഇന്ന് രാത്രി കർത്താവിൻ്റെ തിരുസന്നിധിയിൽ നിൽപ്പാൻ സ്വർഗത്തിലെ വലിയവനായ ദൈവം ഒരുക്കിയ മകൻ ഭാഗ്യത്തെ ഓർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുകയാണ്. ഇന്ന് രാത്രി ആമേൻ. സന്തോഷമുള്ള ദൈവമക്കൾ കരമടിച്ച കർത്താവിന് മഹത്വം കൊടുത്താട്ടെ. ഹല്ലേലൂയ. എന്നെ ശക്തനാക്കുന്നവനും മുഖാന്തരം ഞാൻ സകലത്തിനും മതിയാകുന്നവനാകുന്നുവെന്ന് ആമേൻ അപ്പോസ്തലനായിരിക്കുന്ന പൗലോസ്ലീഹ ആമേൻ അതേ ദൈവസന്നിധിയിലായിരുന്നപ്പോൾ ആമേൻ ദൈവസഭയിലായിരിക്കുന്ന ദൈവജനത്തിൻ്റെ ഉറപ്പിനു വേണ്ടി ധൈര്യത്തിനു വേണ്ടി ആത്മാവിൽ നിയോഗം പ്രാപിച്ചെഴുതി ആമേൻ എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിനും മതിയാകുന്നവനാ. പ്രൈസ് ദി ലോർഡ്. ഇന്ന് പകലിലും ആമേൻ നമ്മെ ശക്തിയോടെ നിർത്തുന്ന ദൈവത്തിന്റെ വിശ്വസ്തതയ്ക്കായി നന്ദിയോടെ സ്തോത്രം ചെയ്താണ്. ഹല്ലേലൂയ. കാലുകളിന്മേൽ തട്ടാതെ കണ്ണിനെ കണ്ണുനീരിൽ നിന്നും പ്രാണനെ മരണത്തിൽ നിന്നും വിടുവിച്ചവനായ ദൈവം ഇന്ന് രാത്രിയിലും ആമേൻ സമാധാനത്തോടെ സന്തോഷത്തോടെ നമ്മെ നിർത്തിയിരിക്കുന്ന ദൈവത്തിന്റെ വിശ്വസ്തതയ്ക്കായി കരുണയ്ക്കായി നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ഒരിക്കൽ കൂടെ കരങ്ങളെ തട്ടി കർത്താവിന് മഹത്വം കൊടുത്താട്ടെ. ഹല്ലേലൂയ. ഹല്ലേലൂയ. ആമേൻ. ഇരുന്നവനും ഇരിക്കുന്നവനും ആദ്യനും അന്ത്യനും അൽഫയും ഒമേഗയും വീണ്ടും വരുന്നവനുമായ നിസ്തുല്യനായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എല്ലാവർക്കും സ്നേഹതീരം പ്രയർ ഫാമിലിയുടെ ആമേൻ സ്നേഹവന്ദനം അറിയിക്കുകയാണ്. ദൈവമായ കർത്താവ് എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ, ആശീർവദിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. ഈ കോൺഫറൻസ് കോളിൽ പങ്കെടുക്കുന്ന ആമേൻ എല്ലാ പ്രിയപ്പെട്ടവരെ ഓർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. പ്രിയ വത്സമ്മ ബാബുവിനായ ദൈവത്തെ സ്തുതിക്കാം. ശാരീരികമായി വളരെ ഭാരത്തോടെ വേദനയോടെ ഈ ദിനങ്ങളിൽ കടന്നു പോകുമ്പോൾ അദൃശ്യനായ ദൈവത്തിന്റെ സാന്നിധ്യം താങ്ങായി തണലായി കൂടെയിരിക്കുന്നല്ലോ. ആമേൻ. ഇന്ന് രാത്രി കർത്താവിന്റെ വലിയ കരം കൂടെ ഉള്ളതിനായി ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ. ആമേൻ. അതുപോലെ തന്നെ ആമേൻ അതെ കർത്താവിൻ്റെ ഹല്ലേലൂയ ആമേൻ അതെ ദാസി ലീലാമ ജോസിനായി ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ. ആമേൻ. അതുപോലെ തന്നെ ആമേൻ ഹല്ലേലൂയ കുഞ്ഞമ്മ രാജുവിനായി സ്തോത്രം ചെയ്യാം. ആമേൻ. അതുപോലെ ബെന്നി യെസിനായി സ്തോത്രം ചെയ്യാം. അതുപോലെ ആമേൻ ഹല്ലേലൂയ വളാലായിരിക്കുന്ന കുഞ്ഞമ്മ ആമേൻ ഭരതനായി സ്തോത്രം ചെയ്യാം. കെ സമ്മണിക്കായി സ്തോത്രം ചെയ്യാം. അതുപോലെ തന്നെ ഇന്ന് രാത്രി ഈ കൂട്ടായ്മയിൽ ആമേൻ ഓൺലൈനിലൂടെ പങ്കെടുക്കുന്ന അനേക പ്രിയപ്പെട്ടവരുണ്ട്. അവരെല്ലാം ഓർത്ത് നമുക്ക് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. സജി വർഗീസ് ആമേൻ ചനായി നമുക്ക് സ്തോത്രം ചെയ്യാം. തോമസ് ആമേൻ അത് എബ്രഹാം അണലിപ്പറമ്പിൽ നമുക്ക് സ്തോത്രം ചെയ്യാം. റേച്ചൽ ദാനിയേൽ ആമേൻ അത് US എന്ന് ആമേൻ ഇന്ന് രാത്രി നമ്മോടൊപ്പമുണ്ട്. ആമേൻ. ദൈവമായ കർത്താവ് തൻ്റെ ദാസിയെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. അനേക പ്രിയപ്പെട്ടവർ ഇന്ന് രാത്രി നമ്മോടൊപ്പം ഈ കൂട്ടായ്മയിൽ പങ്കാളിത്തം വഹിക്കുന്നു. അവരെല്ലാം ഓർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുകയാണ്. ഹല്ലേലൂയ. ഇന്ന് രാത്രി വളരെ പ്രാർത്ഥനയോടെ നമുക്ക് ഒരുമിച്ച് ദൈവ
ദൈവസന്നിധിയിലായിരിക്കാം. ആമേൻ. അനേക പ്രിയപ്പെട്ടവർ ആമേൻ വളരെ വേദനയിലൂടെ, കണ്ണുനീരിലൂടെ, ദുഃഖത്തിലൂടെ, നിരാശയിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. ആമേൻ. അത് ഇന്ന് പകലിലും അനേക പ്രിയപ്പെട്ടവർ വിളിപ്പാനും പ്രാർത്ഥിപ്പാനും ഒക്കെ ഇടയായി തീർന്നു. ആമേൻ. ദൈവവചന ആമേൻ പഠനത്തോടുള്ള ബന്ധത്തിലായിരിക്കുന്ന അനേക പ്രിയപ്പെട്ടവരുടെ ജീവിതത്തിൽ ദൈവം പ്രവർത്തിക്കുന്ന വിടുതലിന്റെ സാക്ഷ്യം പറവാനൊക്കെ ഇടയായി തീർന്നിട്ടുണ്ട്. വരും ദിവസങ്ങളിൽ ആമേൻ നമ്മുടെ കൂട്ടായ്മയിൽ പങ്കെടുക്കുന്നവരുടെ സാക്ഷ്യങ്ങൾ ആമേൻ നമുക്ക് കേൾക്കുവാനായിട്ട് സാധിക്കും. ദൈവമായ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ഇന്ന് രാത്രിയിലെ വചന ശുശ്രൂഷയ്ക്ക് ആധാരമായി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമുക്ക് നൽകിയിരിക്കുന്ന വേദഭാഗം സങ്കീർത്തനങ്ങൾ 25:5 പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇന്ന് രാത്രിയിലെ ഈ കൂട്ടായ്മയിൽ ആമേൻ ഹല്ലേലൂയ നമുക്ക് ഒരുമിച്ച് ധ്യാനിപ്പാനും ചിന്തിപ്പാനുമായിട്ട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നൽകിയിരിക്കുന്ന വേദഭാഗം സങ്കീർത്തനങ്ങൾ 25:5. ആരെങ്കിലും ഒരാൾ ശബ്ദം ഉയർത്തി വായിക്കാം. നിങ്ങളെ പഠിപ്പിക്കാൻ പരിശുദ്ധാത്മാവിനോട് ആമേൻ. നിങ്ങളെ പഠിപ്പിക്കാൻ പരിശുദ്ധാത്മാവിനോട് ആവശ്യപ്പെടുക. ഹല്ലേലൂയ. അതാണ് ഇന്ന് രാത്രി നമ്മൾ ചിന്തിക്കാനായിട്ട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നൽകിയിരിക്കുന്ന ചിന്ത. ഹല്ലേലൂയ. ഈ ചിന്തയിലേക്ക് നമ്മളെ ആത്മാവ് നയിക്കുവാൻ ആത്മാവിനാൽ എഴുതിയ തിരുവചനം ആമേൻ ഇന്ന് രാത്രി നമുക്ക് വായിച്ചു കേൾക്കാം. വായിച്ചാട്ടെ. നിന്റെ സത്യത്തിൽ എന്നെ നടത്തി എന്നെ പഠിപ്പിക്കണമേ. നീ എന്റെ രക്ഷയുടെ ദൈവമാകുന്നുവല്ലോ. ദിവസം മുഴുവൻ ഞാൻ നിങ്ങൾ പ്രത്യാശ വെക്കുന്നു. ഹല്ലേലൂയ. ഇന്ന് രാത്രി അപ്രകാരം പ്രത്യാശയുള്ള ദൈവമക്കൾ കരങ്ങൾ അടിച്ച് കർത്താവിന് മഹത്വം കൊടുക്കുക. ഹല്ലേലൂയ. ഏതെങ്കിലും ഒരു പ്രത്യേക സമയത്തല്ല, ഏതെങ്കിലും കഷ്ടത വരുമ്പോഴല്ല, ഏതെങ്കിലും പ്രതികൂലം വരുമ്പോഴല്ല, ഏതെങ്കിലും പ്രതിസന്ധി വരുമ്പോഴല്ല, ഏതെങ്കിലും ആവശ്യങ്ങൾ എൻ്റെ ജീവിതത്തിൽ വരുമ്പോഴല്ല ആമേൻ ഞാൻ നിങ്ങൾ പ്രത്യാശ വെക്കുന്നത്. ആമേൻ ഞാൻ ദിവസം മുഴുവൻ ഹല്ലേലൂയ നിങ്ങൾ എന്ത് ചെയ്തിരിക്കുകയാണ്? പ്രത്യാശ വെച്ചിരിക്കുകയാണ്. കാരണം ഹല്ലേലൂയ നീ എൻ്റെ രക്ഷയുടെ ദൈവമാകുന്നുവല്ലോ. ഹല്ലേലൂയ. എന്നെയും നിങ്ങളെയും രക്ഷിക്കുവാൻ ശക്തനായ ദൈവത്തിന്റെ ആമേൻ വചനത്തെ അറിഞ്ഞ് ജീവിക്കുവാൻ കൃപ ലഭിച്ച ദൈവമക്കളെ, ഇന്ന് രാത്രി എത്ര പേര് പ്രാർത്ഥിക്കും നിന്റെ സത്യത്തിൽ എന്നെ നടത്തി എന്നെ പഠിപ്പിക്കണമേ എന്ന്? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആകാശം മാറിയാലും ഭൂമി മാറിയാലും മാറാത്ത തിരുവചന സത്യങ്ങള് എന്നെ ഒന്ന് പഠിപ്പിക്കണമേ, എന്നെ ആ സത്യത്തിൽ ഒന്ന് നടത്തണമേ എന്ന് ഇന്ന് രാത്രി പ്രാർത്ഥിക്കുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. ഹല്ലേലൂയ. നിന്റെ സത്യത്തിൽ എന്നെ നയിക്കുകയും എന്നെ പഠിപ്പിക്കുകയും ചെയ്യണമേ, നീ എൻ്റെ രക്ഷയുടെ ദൈവമാകുന്നുവല്ലോ. ഹല്ലേലൂയ. അതുകൊണ്ട് ഞാൻ ദിവസം മുഴുവൻ നിന്നെ കാത്തിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ലോകത്തിൽ പലരെയും കാത്തിരിക്കുന്നവരുണ്ട്. ഹല്ലേലൂയ. ആമേൻ. അതെ, ഭർത്താവിനെ കാത്തിരിക്കുന്നവരുണ്ട്. ആമേൻ. അതെ, ഭാര്യയെ കാത്തിരിക്കുന്നവരുണ്ട്, മക്കളെ കാത്തിരിക്കുന്നവരുണ്ട്, മരുമക്കളെ കാത്തിരിക്കുന്നവരുണ്ട്. ആമേൻ. പണ്ഡിതരെ കാത്തിരിക്കുന്നവരുണ്ട്. ആമേൻ. നേതാക്കന്മാരെ കാത്തിരിക്കുന്നവരുണ്ട്. ഹല്ലേലൂയ. മന്ത്രിമാരെ കാത്തിരിക്കുന്നവരുണ്ട്. അങ്ങനെ ലോകത്തിൽ വിവിധ നിലയിൽ പല ആളുകളും പലരെയും കാത്തിരിക്കുന്നുണ്ട്. കാരണം അവരുടെ ആശ്രയം അവരാണ്. പ്രൈസ് ദി ലോർഡ്. അവരുടെ നിലനിൽപ്പിനു വേണ്ടി അവരെ കാത്തിരുന്നെങ്കിലേ ഒക്കത്തുള്ളൂ. ഹല്ലേലൂയ. എന്നാൽ ഇവിടെ ഭക്തൻ പറയുകയാണ് ആമേൻ എൻ്റെ രക്ഷയുടെ ദൈവത്തെ ഞാൻ എന്ത് ചെയ്യാണ്? കാത്തിരിക്കുകയാ. കാരണം അവൻ എന്നെ സത്യത്തിൽ നടത്തുന്ന ദൈവമാണ്. ഹല്ലേലൂയ. ഇന്ന് രാത്രി എന്നെയും നിങ്ങളെയും സത്യത്തിൽ നടത്തുവാൻ ശക്തനായ ദൈവത്തെ കാത്തിരിക്കുന്ന ദൈവമക്കളെ ലജ്ജിച്ചു പോകുവാൻ അവൻ അനുവദിക്കത്തില്ല. പ്രൈസ് ദി ലോർഡ്. അത് ദൈവത്തിന്റെ നടത്തിപ്പിനും ഹല്ലേലൂയ ആമേൻ അവന്റെ നന്മകൾ പ്രാപിക്കുവാനും അവന്റെ അനുഗ്രഹങ്ങൾ പ്രാപിക്കുവാനും അഭ്യാസത്തിനുമായി ഹല്ലേലൂയ വിശ്വാസികൾ പ്രത്യേകം പ്രാർത്ഥിക്കുന്നവരായിരിക്കണമെന്ന് തിരുവചനം വളരെ ശക്തമായി നമ്മെ പഠിപ്പിക്കുന്നു. ഹല്ലേലൂയ. ഇന്ന് രാത്രി എന്തിനു വേണ്ടിയാ പ്രിയമുള്ളവരെ പ്രാർത്ഥിക്കുന്നത്? ഹല്ലേലൂയ. ഭൗതിക നന്മകൾക്ക് വേണ്ടിയാണോ? ശാരീരികമായ സൗഖ്യത്തിനു വേണ്ടിയാണോ? ഹല്ലേലൂയ. അതെ, കടഭാരം മാറുവാനാണോ? സ്ഥലം വാങ്ങിക്കാനാണോ? വീട് വെക്കാനാണോ? വിദേശ യാത്രയ്ക്കാണോ? ഹല്ലേലൂയ. ബിസിനസിന്റെ അഭിവൃദ്ധിക്ക് വേണ്ടിയിട്ടാണോ? ഹല്ലേലൂയ. എന്തിനു വേണ്ടിയാ പ്രാർത്ഥിക്കുന്നത്? ദൈവത്തിന്റെ നടത്തിപ്പിന് വേണ്ടി പ്രാർത്ഥിക്കുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. ആമേൻ. 27 സങ്കീർത്തനം അതിന്റെ 11 വാക്യത്തിൽ ഭക്തൻ ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നു: യഹോവേ നിന്റെ വഴി എന്നെ കാണിക്കണമേ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഈ കൊറോണ ആമേൻ അതെ 19 നിമിത്തം ഹല്ലേലൂയ അനേക ദുരിതങ്ങൾ അനുഭവിക്കുമ്പോൾ, ഈ മഹാമാരി
മഹാമാരി നിമിത്തം എങ്ങനെ മുമ്പോട്ട് പോകണമെന്നറിയാതെ ജനം അത് കുഴഞ്ഞു മറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഇന്ന് രാത്രി ഈ സാഹചര്യത്തിൽ യഹോവേ നിന്റെ വഴി എന്നെ കാണിക്കണമേ, എൻ്റെ ശത്രുക്കൾ നിമിത്തം നേരെയുള്ള പാതയിൽ എന്നെ നടത്തണമേ എന്ന് ഇന്ന് രാത്രി എത്ര പേർ പ്രാർത്ഥിക്കും? ഹല്ലേലൂയ, ഹല്ലേലൂയ. യഹോവേ നിന്റെ വഴി എനിക്ക് കാണിച്ചു തരണമേ. ഹല്ലേലൂയ. എന്നാൽ ഞാൻ നിന്റെ സത്യത്തിൽ നടക്കും. നിന്റെ നാമത്തെ ഭയപ്പെടുവാൻ എൻ്റെ ഹൃദയത്തെ ഏകാഗ്രമാക്കണമേ. പ്രൈസ് ദി ലോർഡ്. അത് ഹൃദയം ഏകാഗ്രതമാകാൻ കഴിയാത്ത വിധത്തിൽ പലവിധമാകുന്ന ചിന്തകളാൽ, ആകുലതകളാൽ, ആമേൻ, അതെ, മനുഷ്യനെ ആമേൻ തകർത്തുകൊണ്ടിരിക്കുന്ന ഈ പൈശാചികമായ ശക്തി പ്രബലപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടങ്ങളിൽ ഒരു ഭക്തൻ ദൈവത്തോട് നിലവിളിക്കുകയാ, യഹോവേ നിന്റെ വഴി എനിക്ക് എന്ത് ചെയ്യണം? കാണിച്ചു തരണം. ഹല്ലേലൂയ. അങ്ങനെ കാണിച്ചു തന്നാൽ ഞാൻ നിന്റെ സത്യത്തിൽ എന്ത് ചെയ്യും? നടക്കും. പ്രൈസ് ദി ലോർഡ്. നിന്റെ നാമത്തെ ഭയപ്പെടുവാൻ എൻ്റെ ഹൃദയത്തെ ഏകാഗ്രമാക്കണമേ. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ആകുല ചിന്തകളാൽ തലമുറകളെ കുറിച്ച്, മക്കളെ കുറിച്ച്, ബിസിനസിനെ കുറിച്ച്, രോഗത്തെ കുറിച്ച്, കടഭാരത്തെ കുറിച്ച് ആകുല ചിന്തയോടായിരിക്കുന്ന ദൈവ പൈതലേ, നിന്റെ ഉറക്കത്തെ നഷ്ടപ്പെടുത്തുന്ന ക്രമക്കേടുകൾ നിന്റെ ചുറ്റും തലപൊക്കിക്കൊണ്ടിരിക്കുമ്പോൾ അതിന്റെ നടുവിലും സ്വസ്ഥതയോടെ നിന്നെ കിടത്തി ഉറക്കുവാൻ ശക്തനായ നല്ല ഇടയന്റെ സാന്നിധ്യം ഇന്ന് രാത്രിയിലും അനുഭവിപ്പാൻ കൃപ ലഭിച്ച ദൈവമക്കൾ കരമടിച്ച് കർത്താവിന് മഹത്വം കൊടുക്കുക. ആമേൻ. യഹോവേ നീ വാഴ്ത്തപ്പെട്ടവൻ, നിന്റെ ചട്ടങ്ങളെ എനിക്ക് ഉപദേശിച്ചു തരണമേ. ഞാൻ എൻ്റെ അധരങ്ങൾ കൊണ്ട് നിന്റെ വായുടെ വിധികളെയൊക്കെയും വർണ്ണിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കഷ്ടം വരുമ്പോൾ ഈ നാവ് കൊണ്ട് അസഭ്യം പറയുന്ന ഒരു ഭക്തനെ അല്ല ഇന്ന് രാത്രി നമുക്ക് കാണുവാൻ കഴിയുന്നത്. 119 സങ്കീർത്തനം 12 വാക്യത്തിൽ യഹോവേ നീ വാഴ്ത്തപ്പെട്ടവനാ, നിന്റെ ചട്ടങ്ങളെ എനിക്ക് ഉപദേശിച്ച് തരണമേ. ഞാൻ എൻ്റെ അധരങ്ങൾ കൊണ്ട് നിന്റെ വായുടെ വിധികളെയൊക്കെയും വർണ്ണിക്കുന്നു. ഹല്ലേലൂയ. ആമേൻ. ഡിക്ഷണറിക്കകത്തില്ലാത്ത വാക്കുകൾ പറഞ്ഞ് കുടുംബത്തിനകത്ത് അലോഹ്യമുണ്ടാക്കുന്നവരെ അല്ല നല്ല ഇടയനാകുന്ന ക്രിസ്തു ആമേൻ പച്ചപ്പുൽ മേറ്റിലൂടെ നടത്തുന്നത്. ഹല്ലേലൂയ. സ്വസ്ഥതയുള്ള വെള്ളത്തിനരികത്തേക്ക് നടത്തുന്നത്. ഹല്ലേലൂയ. ആമേൻ. എൻ്റെ വഴികളെ ഞാൻ വിവരിച്ചപ്പോൾ നീ എനിക്ക് ഉത്തരമരുളി. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രി അപേക്ഷിച്ചാൽ ഉപേക്ഷിക്കാത്തവനായ ദൈവം, ഹല്ലേലൂയ, നിന്റെ കഷ്ടതകളെ, നിന്റെ വേദനകളെ, ആമേൻ, നിന്റേതാകുന്ന സാഹചര്യങ്ങളെ നീ ദൈവത്തോട് അറിയിക്കുമ്പോൾ നിനക്ക് ഉത്തരമരുളുവാൻ തക്കവണ്ണം അതേ ഇടയാകണമെങ്കിൽ, ഹല്ലേലൂയ, നിന്റെ ചട്ടങ്ങളെ എനിക്ക് ഉപദേശിച്ച് തരണമേ എന്ന് ഈ കഷ്ടതയുടെ നടുവിലും, ഈ വേദനയുടെ നടുവിലും, ഈ പ്രതികൂലത്തിന്റെ നടുവിലും, ഈ പ്രതിസന്ധിയുടെ നടുവിലും ദൈവത്തോട് പ്രാർത്ഥിപ്പാൻ തക്കവണ്ണം ഇടയാകണം. യഹോവേ നിന്റെ ചട്ടങ്ങളുടെ വഴി എന്നെ ഉപദേശിക്കണമേ, ഞാൻ അതിനെ അവസാനത്തോളം പ്രമാണിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇന്ന് രാത്രി എത്ര പേർ ഈ കഷ്ടതയുടെ നടുവിൽ ദൈവത്തിന്റെ വഴിയെ ദൈവം വെളിപ്പെടുത്തുമ്പോൾ ഹല്ലേലൂയ ആ വഴിയിലൂടെ അവസാനത്തോളം വരെ സഞ്ചരിക്കുവാൻ തക്കവണ്ണം സമർപ്പിക്കും. ഹല്ലേലൂയ. യഹോവേ ഭൂമി നിന്റെ ദയ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു, നിന്റെ ചട്ടങ്ങളെ എനിക്ക് ഉപദേശിച്ച് തരണമേ. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രി ദൈവത്തിന്റെ ഉപദേശങ്ങളും ദൈവത്തിന്റെ വഴികളും ദൈവത്തിൻ്റെതാകുന്ന ചട്ടങ്ങളും തിരിച്ചറിഞ്ഞുകൊണ്ട് ജീവിക്കുവാൻ സമർപ്പിക്കപ്പെടുന്ന ദൈവത്തിന്റെ പൈതലെ നീ പരാജയപ്പെട്ടു പോകുവാൻ, നീ തകർന്നു പോകുവാൻ സ്വർഗത്തിലെ ദൈവം അനുവദിക്കത്തില്ല. നിന്റെ കൽപ്പനകളെ ഞാൻ വിശ്വസിച്ചിരിക്കുകയാൽ എനിക്ക് നല്ല ബുദ്ധിയും പരിജ്ഞാനവും ഉപദേശിച്ചു തരണമേ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. നിന്റെ കൽപ്പനകളെ ഞാൻ വിശ്വസിച്ചിരിക്കുകയാൽ എനിക്ക് നല്ല ബുദ്ധിയും പരിജ്ഞാനവും ഉപദേശിച്ചു തരണമേ. ഹല്ലേലൂയ. യഹോവേ എൻ്റെ വായുടെ സ്വമേധാദാനങ്ങളിൽ പ്രസാദിക്കണമേ, നിന്റെ വിധികളെ എനിക്ക് ഉപദേശിച്ചു തരണമേ. ഇന്ന് രാത്രി ദൈവത്തിന്റെ ഉപദേശവും ദൈവത്തിന്റെ വഴികളും ദൈവത്തിൻ്റെതാകുന്ന പദ്ധതികളും തിരിച്ചറിഞ്ഞ് ജീവിക്കുവാൻ സമർപ്പിക്കപ്പെടുന്ന ഒരു ദൈവ പൈതല് ആമീൻ സിംഹത്തിന്റെ മുമ്പിലോ തീയുടെ മുമ്പിലോ ആമീൻ അതെ വെള്ളത്തിന്റെ അകത്തോ അകപ്പെട്ടാൽ തകർന്നു പോകുവാൻ ദൈവം അനുവദിക്കത്തില്ല. പ്രൈസ് ദി ലോർഡ്. തീച്ചൂള പോലെയുള്ള ആമീൻ ജീവിതത്തിൽ ചില തിക്ത അനുഭവങ്ങൾ പേറി കഴിയുന്നവരായിരിക്കാം ഒരു പക്ഷേ ഇന്ന് രാത്രി ഈ മീഡിയയിലൂടെ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്നത്. ആമേൻ. ദൈവത്തിന്റെ അതേ വഴിയിലൂടെ ദൈവത്തിന്റെ വചനങ്ങൾക്കനുസരിച്ച് ജീവിക്കുന്ന ഒരു ഭക്തനാണെങ്കിൽ താങ്കൾ തകർന്നു പോകുവാൻ ദൈവം ഒരിക്കലും അനുവദിക്കത്തില്ല. പ്രൈസ് ദി ലോർഡ്. പുറപ്പാട് പുസ്തകം 33-ാം അധ്യായം അതിന്റെ
13-ാം വാക്യത്തിൽ നമുക്കിങ്ങനെ കാണുവാൻ കഴിയുന്നു, ആകയാൽ എന്നോട് കൃപയുണ്ടെങ്കിൽ നിന്റെ വഴി എന്നെ അറിയിക്കണമേ. ഹല്ലേലൂയ. ഇന്ന് രാത്രി ദൈവത്തിന്റെ കൃപയുള്ളവർക്ക് അവന്റെ വഴി അറിയുവാനായിട്ട് സാധിക്കുകയുള്ളൂ. ആമേൻ. നിനക്കെന്നോട് കൃപയുണ്ടാകുവാൻ തക്കവണ്ണം ഞാൻ നിന്നെ അറിയുമാറാകട്ടെ, ഈ ജാതി ആമേൻ നിന്റെ ജനമെന്ന് ഓർക്കണമേ. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രി ഹല്ലേലൂയ, എന്നോട് കൃപയുണ്ടാകും തക്കവണ്ണം ഞാൻ നിന്നെ അറിയുമാറാകട്ടെ. ഹല്ലേലൂയ. ഭക്തൻ പറയാ, നിനക്കെന്നോട് കൃപയുണ്ടാകുവാൻ തക്കവണ്ണം ഞാൻ ഒന്ന് നിന്നെ അറിയുമാറാകട്ടെ. ഹല്ലേലൂയ. ഇന്ന് രാത്രി കൂടുതലായി ഈ കൃപയുള്ള കരുണയുള്ള മഹാദയാലുവായ കർത്താവിനെ ഒന്ന് അറിയുവാൻ എത്ര പേർക്ക് ആഗ്രഹമുണ്ട്? ഹല്ലേലൂയ. ആകയാൽ ആമേൻ, ദൈവം അഭ്യസിപ്പിക്കുന്ന മനുഷ്യർ എന്തെല്ലാം അത്ഭുതകരമായ സത്യങ്ങൾ ആമേൻ അറിയുവാനും പഠിക്കുവാനും ഉണ്ട് എന്ന് ഇന്ന് രാത്രി തിരിച്ചറിയും. ആ വിധത്തിൽ ദൈവം പഠിപ്പിക്കുന്നവരെല്ലാവരും യേശു ക്രിസ്തുവിലേക്ക് വരികയും യേശുവിൽ വിശ്വസിക്കുന്നതിന് ഇടയാകുകയും ചെയ്യും. പ്രൈസ് ദി ലോർഡ്. യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം 45-ാം വാക്യം ആരെങ്കിലും ഒരാൾ ശബ്ദം ഉയർത്തി വായിച്ചാലും. യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം 45-ാം വാക്യം. യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം 45-ാം വാക്യം. ഹല്ലേലൂയ. ആമേൻ. കുഞ്ഞമ്മ രാജു ആമേൻ ഒന്ന് കണക്ട് ചെയ്താൽ കൊള്ളാമായിരുന്നു. കോൺഫറൻസ് കോളിൽ പങ്കെടുക്കുന്ന ആരെങ്കിലും? കുഞ്ഞമ്മ രാജു. എല്ലാവരും ദൈവത്താൽ ഉപദേശിക്കപ്പെട്ടവരും എല്ലാവരും ഉപദേശിക്കപ്പെട്ടവരും പ്രവാചക പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നു. ഹല്ലേലൂയ. എല്ലാവരും ദൈവത്താൽ ഉപദേശിക്കപ്പെട്ടവരാകും എന്ന് പ്രവാചക പുസ്തകത്തിൽ എന്ത് ചെയ്തിട്ടുണ്ട്? എഴുതിയിട്ടുണ്ട്. പിതാവിനോട് കേട്ട് പഠിച്ചവരെല്ലാം എന്റെ അടുക്കൽ വരും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതുകൊണ്ട് ഇന്ന് രാത്രി പിതാവിനോട് കേട്ട് പഠിച്ചവരാണ് ആമേൻ ദൈവത്തിന്റെ അടുക്കൽ അല്ലെങ്കിൽ തന്റെ പുത്രന്റെ അടുക്കലേക്ക് എന്ത് ചെയ്യുന്നത്? വരുന്നത്. പ്രൈസ് ദി ലോർഡ്. അതെ, പ്രാരംഭ വാക്യത്തിലെ ആമേൻ നാം വായിച്ചത് തന്റെ ജീവിതത്തിലെ സുപ്രധാനമായ ഒരു കാര്യത്തെക്കുറിച്ച്. ഹല്ലേലൂയ. ആമേൻ ദൈവം സത്യമാണെന്നും അവനൊരു മഹാനായ അധ്യാപകനാണെന്നും കണ്ടെത്തിയ ആമേൻ ഒരു സാഹചര്യത്തിൽ തന്റെ കഷ്ടതയും തന്റെ വേദനയും തന്റെ പ്രതികൂലവും തന്നെ എത്തിച്ചിരിക്കുന്നുവെന്ന ആമേൻ സങ്കീർത്തനക്കാരൻ പറയുന്നത്. ഹല്ലേലൂയ. ആമേൻ ഞാൻ കഷ്ടതയിലായത് എനിക്ക് ഗുണമായി, ഞാൻ വേദനയിലായത് എനിക്ക് ഗുണമായി, ഞാൻ ഈ പ്രതികൂലത്തിലൂടെ കടന്നു പോകേണ്ടത് എനിക്ക് ആമേൻ അനുഗ്രഹമായി. അത് പത്മോസിന്റെ ഏകാന്തതയിൽ കടന്ന യോഹന്നാനോട് ചോദിച്ചാൽ യോഹന്നാൻ പറയും, ഞാൻ മാർവോട് ചേർന്നിരുന്നപ്പോൾ കണ്ടതിനെക്കാട്ടിലും അധികമായി പെരുവെള്ളത്തിന്റെ ഇരച്ചിൽ പോലെ ശബ്ദമുള്ളവനെ ആമേൻ ഹല്ലേലൂയ ഉലയിൽ ചെട്ടുകൊഴുപ്പിച്ച വെള്ളോട്ടിന് സദൃശമായ കാലുള്ളവനെ അത്തിജാലയ്ക്കൊത്ത കണ്ണുള്ളവനെ എനിക്ക് അടുത്ത അറിയുവാൻ കഴിഞ്ഞത് ഈ പത്മോസിന്റെ ഏകാന്തതയിൽ ഞാൻ ആയിരുന്നപ്പോഴാണ്. ഇന്ന് രാത്രിയിൽ കഷ്ടതയിലൂടെ വേദനയിലൂടെ രോഗാനുഭവത്തിലൂടെ കണ്ണുനീരിലൂടെ കടന്നു പോകുന്ന ദൈവത്തിന്റെ പൈതലെ, ദൈവപുത്രനായ ക്രിസ്തു ആരാണെന്ന് നീ വായിച്ചറിയുന്നതിനേക്കാൾ ഉപരി, നീ കേട്ടറിയുന്നതിനേക്കാൾ ഉപരി ജീവിതത്തിൽ അനുഭവിച്ചറിയുവാൻ സ്വർഗം നൽകിയ അവസരങ്ങളെ അനുഗ്രഹമാക്കി ആമേൻ ഇന്ന് രാത്രി തീർക്കുന്ന സർവശക്തനായ ദൈവത്തിന്റെ സാന്നിധ്യം അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ദൈവമക്കൾ ഇന്ന് രാത്രി കരമടിച്ച് കർത്താവിന് മഹത്വം കൊടുക്കുക. പ്രൈസ് ദി ലോർഡ്. ഈ കഷ്ടത നിന്റെ വേദനയ്ക്കല്ല, ഈ കണ്ണുനീര് നിന്റെ തകർച്ചയ്ക്കല്ല, നീ പ്രതികൂലം നിന്റെ അവസാനമല്ല. ഇതിന്റെ നടുവിലും ഇറങ്ങി വരുന്ന ഒരു ദൈവമുണ്ടെന്ന് ജീവിതത്തിൽ അനുഭവിച്ച് ലോകത്തിന്റെ അറ്റത്തോളം സാക്ഷ്യം വഹിക്കുവാൻ കൃപ ലഭിച്ചവരാ ദൈവമക്കൾ ഇന്ന് രാത്രി ആമേൻ. കൂടുതലായി അവനെ രുചിച്ചറിയുന്നവർ കരമടിച്ച് കർത്താവിന് മഹത്വം കൊടുക്കുക. ഹല്ലേലൂയ. അതെ, യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം അതിന്റെ 6-ാം വാക്യത്തിൽ ഇങ്ങനെ നമുക്ക് കാണുവാൻ കഴിയുന്നു. ആമേൻ. ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു, ഞാൻ മുഖാന്തരമല്ലാതെ ആരും പിതാവിന്റെ അടുക്കൽ എത്തുന്നില്ല. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രി എല്ലാവരും യേശു ക്രിസ്തുവിലൂടെ പിതാവാം ദൈവത്തിന്റെ അരികിൽ എത്തണമെന്ന് സർവശക്തനായ ദൈവം ആഗ്രഹിക്കുകയാണ്. കരമടിച്ച് കർത്താവിന് മഹത്വം കൊടുത്താട്ടെ. ഹല്ലേലൂയ. ആമേൻ. യേശുവിന്റെ ഏറ്റവും പ്രസിദ്ധവും
ഉന്നതവും സുപ്രധാനവുമായ ഒരു പ്രസ്താവനയാണിത്. പ്രൈസ് ദി ലോർഡ്. ആമേൻ. അതെ, ഇന്നലെ കൃപയാൽ ഉയരത്തിലേക്കുള്ള വഴിയെക്കുറിച്ചാണ് നാം ചിന്തിച്ചത്. ഹല്ലേലൂയ. ആമേൻ. അതെ, വഴി, അനേക വഴികളിൽ ഒന്നല്ല യേശു. പ്രൈസ് ദി ലോർഡ്. എന്നാൽ ഏക വഴി ആമേൻ അവൻ മാത്രമാണ്. പ്രൈസ് ദി ലോർഡ്. ശിഷ്യന്മാരല്ല, യേശു തന്നെയാണ് ദൈവത്തിങ്കിലേക്കുള്ള വഴി. ആമേൻ. താനാണെന്ന് പ്രഖ്യാപിച്ചത്. പ്രൈസ് ദി ലോർഡ്. ആമേൻ. യേശുവിനെ കുറിച്ച് ആരെങ്കിലും എഴുതിയതല്ല, യേശു തന്നെ പ്രഖ്യാപിച്ചതാണ്. ഞാനാണ് സ്വർഗത്തിലേക്കുള്ള വഴി. ഹല്ലേലൂയ. ആമേൻ. യേശു പ്രഖ്യാപിച്ചത്. ആമേൻ. അവനോട് വിശ്വസ്തത പുലർത്തേണ്ടതിന് അവന്റെ ശിഷ്യന്മാർ ഈ സത്യം മറ്റുള്ളവരെ പഠിപ്പിക്കേണ്ടതാണ്. പ്രൈസ് ദി ലോർഡ്. അങ്ങനെയെങ്കിൽ എന്നെയും നിങ്ങളെയും ഈ ശിഷ്യത്വം നൽകി ഈ ഭൂമിയിലാക്കി വെച്ചിരിക്കുന്നത് ഈ സത്യം പഠിപ്പിക്കുവാനാണ്. ഇതിന്റെ തനിമ നഷ്ടപ്പെടാതെ, ഇതിനോട് കൂട്ടാതെ, ഇതിനോട് കുറയ്ക്കാതെ, ഇത് അതിൻ്റെതായ നിലയിൽ ആത്മാവ് നൽകുന്ന അതേ നിലവാരത്തിൽ അനേകരെ പഠിപ്പിക്കുവാൻ, അനേകരെ ഉപദേശിക്കുവാൻ കൃപ ലഭിച്ച ദൈവമക്കളെ, ഇത് വായിക്കുന്നവനും ഇത് വായിച്ച് കേൾപ്പിക്കുന്നവനും ഒരുപോലെ അനുഗ്രഹിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി ഈ കൂട്ടായ്മയിലൂടെ താങ്കളും അനുഗ്രഹിക്കപ്പെടുവാൻ സ്വർഗം നിന്നെ കണ്ടിരിക്കുകയാ. കരമടിച്ച് കർത്താവിന് മഹത്വം കൊടുത്താട്ടെ. ഹല്ലേലൂയ. ആമേൻ. ഇന്ന് രാത്രി നിങ്ങൾക്ക് ഇത് അനുഗ്രഹമാകുന്നുവെങ്കിൽ, നിങ്ങൾക്ക് ഇത് സന്തോഷമാകുന്നുവെങ്കിൽ, ഇത് നിങ്ങളുടെ മാത്രം സന്തോഷമായി ഒതുങ്ങാതെ അനേകരുടെ സന്തോഷത്തിനും അനേകരുടെ വിടുതലിനും കാരണമായി തീരുവാൻ ഒന്ന് ലൈക്ക് ചെയ്യുവാനും ഒന്ന് ഷെയർ ചെയ്യുവാനും തയ്യാറാകുക. ഒരുപക്ഷെ ഷെയർ ചെയ്യുന്നതിലൂടെ ആമേൻ ഒരു ആത്മഹത്യക്ക് വേണ്ടി നിൽക്കുന്ന ഒരു വ്യക്തി ഒരു പക്ഷേ ഇന്ന് രാത്രി അതിൽ നിന്ന് പിന്തിരിയുവാനിടയാകും. അല്ല, അടുത്ത ദിവസം എന്നെ സ്നേഹിക്കാൻ ആരുമില്ല, എന്നെ കരുതുവാൻ ആരുമില്ല, എന്നെ അറിയുന്ന ആരുമില്ല എന്ന് ചിന്തിച്ച് ആമേൻ ആത്മഹത്യ മാത്രമാണ് ജീവിതത്തിന് മുമ്പിൽ എന്ന് ചിന്തിക്കുന്ന ഒരുപക്ഷെ ഏതെങ്കിലും വ്യക്തി അതെ ഒരു ഷെയർ കൊണ്ട് അവർക്ക് ലഭിക്കുന്ന ഈ സന്ദേശം അവരുടെ നിത്യജീവൻ അവകാശിയായി മാറുവാൻ തക്കവണ്ണം നിമിത്തമായാൽ ഷെയർ ചെയ്യുന്ന താങ്കൾക്ക് അതിന്റെ പ്രതിഫലം സ്വർഗത്തിലെ ദൈവം ഇവിടെയും അവിടെയും നൽകുവാൻ തക്കവണ്ണം ഇടയായി തീരും. കരമടിച്ച് കർത്താവിന് മഹത്വം കൊടുത്താട്ടെ. ഹല്ലേലൂയ. അതെ, ആമേൻ. പുത്രനിൽ വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ട്, പുത്രനെ അനുസരിക്കാത്തവനോ ജീവനെ കാണുകയില്ല. ദൈവക്രോധം അവന്റെ മേൽ വസിക്കുന്നതേയുള്ളൂ. ഹല്ലേലൂയ. അപ്പൊ ദൈവപുത്രൻ ആരാണെന്നും ആരാണ് ദൈവപുത്രനെ ഈ ഭൂമിയിലേക്ക് അയച്ചതെന്നും അവൻ പ്രഖ്യാപിച്ച വഴി എന്താണെന്നും ഒക്കെ അറിയുവാനാണ് ഇന്ന് രാത്രി ആകാശം മാറിയാലും ഭൂമി മാറിയാലും മാറാത്ത തിരുവചനം ഈ സോഷ്യൽ മീഡിയയിലൂടെ സ്നേഹദീനം പ്രയർ ഫാമിലി എന്ന പേജിൽ അതെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇരുന്നു കൊണ്ട് കാണുവാനും കേൾക്കുവാനും തക്കവണ്ണം ഇടയാകത്തക്ക വിധത്തിൽ ഇപ്രകാരം ക്രമീകരിച്ചിരിക്കുന്നത്. ആമേൻ. ഒറ്റ ഉദ്ദേശമേ ഉള്ളൂ. ആമേൻ. ഇന്ന് രാത്രി ഒരു പാപിയെങ്കിലും അതെ പാപത്തിൽ നിന്ന് അതെ യേശുവിലേക്ക് നിത്യമായ രക്ഷയുടെ ഭാഗമായി മാറുവാൻ ഇടയാകണം. പ്രൈസ് ദി ലോർഡ്. ആമേൻ. പിന്മാറ്റക്കാർ മടങ്ങി വരണം, രോഗികൾ സൗഖ്യമാകണം, ദൈവനാമം മഹത്വപ്പെടണം. ഞാനോ കുറയണം, നീയോ വളരണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യേശുവിന്റെ നാമം മഹിമപ്പെടണം. സകല നാമത്തിന് മേലായ നാമം യേശുവിന്റെ നാമമായ ഇന്ന് രാത്രിയിലും ആ നാമത്തെ ഉയർത്തുവാനാണ് ഈ സന്ദേശം ഈ ആമേൻ മീഡിയയിലൂടെ അത് അറിയിപ്പാൻ തക്കവണ്ണം സ്വർഗം അവസരം ഒരുക്കിയിരിക്കുന്നത്. ആമേൻ. സന്തോഷമുള്ളവർ കരമടിച്ച് കർത്താവിന് മഹത്വം കൊടുത്താട്ടെ. ഹല്ലേലൂയ. പ്രവൃത്തികളുടെ പുസ്തകം 4-ാം അധ്യായം 12-ാം വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് മറ്റൊരുത്തനിലും രക്ഷയില്ല. ആമേൻ. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിൻ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട വേറൊരു നാമവുമില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. ലോകത്തിന്റെ അറ്റത്തോളം ഈ സന്ദേശം എത്തിക്കുവാൻ കൃപ ലഭിച്ച അഭിഷക്തന്മാരെ, ഇതാണ് നമ്മുടെ പ്രസംഗ വിഷയം. പ്രൈസ് ദി ലോർഡ്. ആമേൻ. കർത്താവ് ഈ ഭൂമിയിൽ ജനിച്ചത് ഹല്ലേലൂയ മാനവരാശിയുടെ രക്ഷയ്ക്ക് വേണ്ടിയാ. ഹല്ലേലൂയ. ഒന്നാമതായി 2021 വർഷങ്ങൾക്കപ്പുറം ലോകത്തിന്റെ മധ്യസ്ഥാനമായ പാലസ്തീനായിൽ യേശു ജനിപ്പാനിടയായി. ഹല്ലേലൂയ. അങ്ങനെ ജനിച്ച യേശു 33.5 തിരുവയസ്സ് വരെ ഈ ഭൂമിയിൽ ആമേൻ ജീവിക്കുവാനും സഞ്ചരിക്കുവാനും
പഠിപ്പിക്കുവാനും ആമേൻ രോഗികളെ സൗഖ്യമാക്കുവാൻ, ഭൂതർക്ക് വിടുതൽ, രോഗികൾക്ക് സൗഖ്യം, അന്ധർക്ക് കാഴ്ച, ചെകിടർക്ക് കേൾവി, മുടന്തരെ നടക്കുവാൻ, ആമേൻ കൂനിയെ നിവർത്തുവാൻ, മരിച്ചവരെ ഉയർപ്പിക്കുവാൻ ഇടയായി തീർന്ന അനുഗ്രഹീതമായ ചരിത്രം തിരുവചനത്തിന്റെ താളുകളിൽ അതേ ചരിത്രമായി ഇന്നും നിലകൊള്ളുകയാണ്. ആമേൻ ഉലക മഹാന്മാര് ആമേൻ അവരുടെ കല്ലറയിൽ ഉറങ്ങുമ്പോൾ ആമേൻ അതെ ഒരുവൻ മാത്രമേ ഉയർത്തെഴുന്നേറ്റിട്ടുള്ളൂ. അത് ഇന്ന് രാത്രി ഞാൻ പ്രസംഗിക്കുന്ന ആമേൻ കർത്താവായ യേശുവാണ്. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ ആമേൻ തിരുവഴുത്തും പ്രകാരം ആമേൻ ഈ ഭൂമിയിൽ ജനിച്ച്, തിരുവഴുത്തും പ്രകാരം ജീവിച്ച്, തിരുവഴുത്തും പ്രകാരം മരിച്ച്, തിരുവഴുത്തും പ്രകാരം അടക്കപ്പെട്ട്, തിരുവഴുത്തും പ്രകാരം ഉയർത്തെഴുന്നേറ്റ് ആമേൻ സ്വർഗത്തിലേക്ക് കരേറിപ്പോയ കർത്താവായ യേശു ക്രിസ്തു തിരുവഴുത്തും പ്രകാരം മടങ്ങി വരുമെന്ന് പ്രത്യാശിക്കുന്ന ദൈവമക്കൾ ഇന്ന് രാത്രി കരമടിച്ച് കർത്താവിന് മഹത്വം കൊടുക്കുക. ആമേൻ എഴുതിയതുപോലെ ജനിച്ചവൻ, എഴുതിയതുപോലെ ജീവിച്ചവൻ, എഴുതിയതുപോലെ മരിച്ചവൻ, എഴുതിയതുപോലെ അടക്കപ്പെട്ടവൻ, എഴുതിയതുപോലെ ഉയർത്തെഴുന്നേറ്റവൻ, എഴുതിയതുപോലെ തന്നെ വീണ്ടും മടങ്ങി വരുവാൻ സമയമാഗതമായി കൊണ്ടിരിക്കുകയാണ്. അതിന് മുന്നോടിയായി അതേ എഴുതപ്പെട്ട തിരുവചന സത്യങ്ങൾ ഇവിടെ നിറവേറിക്കൊണ്ടിരിക്കുമ്പോൾ ഇന്ന് രാത്രി പ്രത്യാശയോടെ ജീവിക്കുന്ന ദൈവമക്കളെ, എൻ്റെ നിങ്ങളുടെ ഉത്തരവാദിത്വമാണ് ഈ സന്ദേശം ലോകത്തിന്റെ അറ്റത്തോളം എത്തിക്കണമെന്നുള്ളത്. ഹല്ലേലൂയ. ആമേൻ. ദൈവം ഒരുവനല്ലോ, ദൈവത്തിനും മനുഷ്യർക്കും മധ്യസ്ഥൻ ഒരുവൻ. പ്രൈസ് ദി ലോർഡ്. നമുക്കറിയാം എന്തിനാ ഈ മധ്യസ്ഥതയ്ക്ക് ആളെ വെക്കുന്നത്? പ്രൈസ് ദി ലോർഡ്. രണ്ടുപേര് തമ്മിൽ പ്രശ്നമുണ്ടാകുമ്പോൾ ആ പ്രശ്നം ഒത്തുതീർക്കുവാൻ അതേ മധ്യസ്ഥത വെക്കാറുണ്ട് അല്ലേ? ഇവിടെ ഒത്തിരി മധ്യസ്ഥതയൊക്കെ വെച്ച് നോക്കിയിട്ടും പരിഹരിക്കപ്പെടാത്ത പ്രശ്നങ്ങൾ ആമേൻ അതെ പരിഹരിക്കപ്പെടാതെ നിലനിൽക്കുമ്പോൾ അതെ ദൈവത്തിനും മനുഷ്യർക്കും ഇടയിലുള്ള പ്രശ്നത്തെ പരിഹരിപ്പാൻ ദൈവപുത്രനായി ക്രിസ്തുവിനെ ഇവിടേക്ക് അയച്ചത് മധ്യസ്ഥനായിട്ടാണ്. ഹല്ലേലൂയ. എന്താ സർവശക്തനായ ദൈവവും മനുഷ്യനും തമ്മിലുള്ള പ്രശ്നം? ആമേൻ അതെ രാജാക്കന്മാരെ പോലെ വാഴുവാൻ ആക്കി വെച്ച അതെ മനുഷ്യനെ വീഴ്ത്തിക്കളഞ്ഞ ദുഷ്ട പിശാചിന്റെ പിടിയിൽ അകപ്പെട്ട് പാപം ചെയ്ത മനുഷ്യൻ ദൈവത്തിൽ നിന്ന് അകന്നുപോയപ്പോൾ ആ വിടവിനെ നികത്തുവാൻ ദൈവപുത്രനായി ക്രിസ്തുവിനെ ഈ ഭൂമിയിലേക്ക് അയച്ചു. ഹല്ലേലൂയ. അവൻ നിമിത്തം ദൈവത്തോട് അകന്നുപോയ മനുഷ്യനെ അടുപ്പിക്കുവാൻ തക്കവണ്ണം കരുണാസമ്പന്നനായ ദൈവത്തിന് അതെ മനസ്സലിവുണ്ടായി. ഹല്ലേലൂയ. അതുകൊണ്ട് ഏകന്റെ യാഗത്താൽ, ഏകന്റെ അനുസരണക്കാരനാൽ പാപം ലോകത്തിൽ വന്നുവെങ്കിൽ ഏകന്റെ അനുസരണത്താൽ പാപം നീങ്ങിപ്പോയി. അതേ ആ ശത്രുത്വം ഇല്ലാതായി ദൈവത്തോട് അടുപ്പിക്കുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. അങ്ങനെ ക്രിസ്തു യേശുവിലൂടെ ദൈവത്തോട് അടുത്ത് ജീവിക്കുവാൻ കൃപ ലഭിച്ച ദൈവമക്കളുടെ കൂട്ടമാ ദൈവസഭ എന്ന് പറയുന്നത്. ഇന്ന് രാത്രി ഞാൻ എൻ്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കില്ല എന്ന് പറഞ്ഞ ദൈവസഭയുടെ നാഥൻ സ്ഥാപിച്ച അതേ സഭയുടെ അംഗങ്ങളായി ജീവിക്കുവാൻ കൃപ ലഭിച്ച ദൈവ പൈതലേ, നിന്നെ തകർക്കുവാൻ ഇവിടെ ഒരു ശക്തിക്കും അതേ കഴിയാത്ത വിധത്തിൽ പരിചയായി വെളിപ്പെടുന്ന, കോട്ടയായി വെളിപ്പെടുന്ന ദൈവ സാന്നിധ്യം നിന്റെ കാല് കല്ലിൽ തട്ടാതെ, കണ്ണിനെ കണ്ണിനയിൽ നിന്നു, പ്രാണനെ മരണത്തിൽ നിന്നു അതേ രാവെന്നോ പകലെന്നോ ഇല്ലാതെ ഉറങ്ങാത്തവനായി മയങ്ങാത്തവനായി കൂടെ ഇരുന്ന് ഇന്ന് രാത്രിയിലും നിന്നെ ആരോഗ്യത്തോടെ ഇരുത്തിയിരിക്കുന്ന, കഷ്ടതയുണ്ടെങ്കിലും വേദനയുണ്ടെങ്കിലും പ്രതികൂലമുണ്ടെങ്കിലും പ്രതിസന്ധി ഉണ്ടെങ്കിലും കഷ്ടങ്ങളിലും ഏറ്റവും അടുത്ത തുണയായി ഇറങ്ങി വരുന്നവന്റെ സാന്നിധ്യം ഇന്ന് രാത്രിയിലും അനുഭവിക്കുന്നവർ കാഴ്ചക്കാരെ പോലെ ഇരിക്കാതെ, കേൾവിക്കാരെ പോലെ ഇരിക്കാതെ കരമടിച്ച് കർത്താവിന് മഹത്വം കൊടുക്കുക. സ്തുതികളിമേ വസിക്കുന്ന സർവശക്തനായ ദൈവം ഇന്ന് രാത്രി നീ ആയിരിക്കുന്ന കഷ്ടതയ്ക്കകത്ത് ഇറങ്ങി വരുമ്പോൾ അതെ ശത്രു പരാജയപ്പെട്ട് അതെ ഭക്തന്റെ കരം പിടിച്ചുയർത്തിയ സ്വർഗത്തിലെ കരം ഇന്ന് രാത്രി നിന്നെ പിടിച്ചുയർത്തുന്ന രാത്രിയായി മാറുകയാ. ഓ ദൈവ സാന്നിധ്യത്തിനായി കർത്താവിനെ കരമടിച്ച് മഹത്വം കൊടുക്കുക. അതെ ദൈവം ഒരുവനല്ലോ, ദൈവത്തിനും മനുഷ്യർക്കും മധ്യസ്ഥനും ഒരുവൻ. അതെ ഇന്ന് രാത്രി നിന്റെ പ്രശ്നങ്ങളെ അതെ ഇല്ലാതാക്കിക്കൊണ്ട് അതേ സന്തോഷത്തിന്റെ പരിപൂർണതയിലേക്ക് നിന്നെ കൈപിടിച്ചുയർത്തുവാൻ ഉൾനട്ട ഓ ജീവന്റെ വചനത്തിന്റെ ശക്തി എത്ര വിദൂരയിലായിരുന്നാലും, എത്ര ദൂരെയായിരുന്നാലും, എത്ര പ്രശ്നത്തിന്റെ നടുവിലായിരുന്നാലും ഇന്ന് രാത്രി ആ വചനത്തിന്റെ ശക്തി ആമേൻ നിന്റെ മേൽ വെളിപ്പെടുത്തി ആമേൻ ഇത് അന്ത്യകാലമാകയാൽ അവന്റെ ആത്മാവിനെ പകർന്ന് ജയത്തോടെ അത് മുമ്പോട്ട് നടത്തുവാൻ ശക്തരായ ദൈവത്തിന്റെ സാന്നിധ്യം. ഹല്ലേലൂയ. അനേകർ ഈ ഉപദേശം എന്ത് ചെയ്യുന്നില്ല?
ഇഷ്ടപ്പെടുന്നില്ല. ആമേൻ. ഈ ജഡികന്മാർക്ക് ഇത് ഇഷ്ടമാകത്തില്ല, പ്രാകൃതന്മാർക്ക് ഇത് ഇഷ്ടമാകത്തില്ല. ആമേൻ. ചില ആത്മീയർക്കും ഇതിപ്പോ ഇഷ്ടപ്പെടാതെ വരികയാ. പ്രൈസ് ദി ലോർഡ്. ആത്മീയതയുടെ കപട കുപ്പായം അണിഞ്ഞ് ആ ആത്മീയതയുടെ കപട വേഷം ആമേൻ ഇട്ട് നടക്കുന്ന അനേകർ. ആമേൻ. എന്നാൽ ഇന്ന് രാത്രി ഹല്ലേലൂയ അനേകർ ഈ ഉപദേശം ഇഷ്ടപ്പെടുന്നില്ല. ധാരാളം ആളുകൾ ഇത് ഇഷ്ടപ്പെടുന്നില്ല എന്നതുകൊണ്ട് ഇതിന് മാറ്റം വരുന്നില്ല. ആമേൻ. സഹോദര, താങ്കൾക്ക് ഇത് ഇഷ്ടമില്ലെന്നോർത്ത്, സഹോദരിക്ക് ഇത് ഇഷ്ടമില്ലെന്നോർത്ത്, കൂടപ്പറപ്പിന് ഇത് ഇഷ്ടമില്ലെന്നോർത്ത്, ആമേൻ, അഭിഷക്തനെ താങ്കൾക്ക് ഇത് ഇഷ്ടമില്ലെന്നോർത്ത് അല്ല, ദുഷ്ടനും പാപിക്കും പരിഹാസിക്കും ഇഷ്ടമില്ലെന്നോർത്ത് ഈ വചനത്തിന് യാതൊരു മാറ്റവും വരുന്നില്ലെന്ന്, ഹല്ലേലൂയ, മാറ്റം വരുത്തുന്നില്ലെന്ന്. ആമേൻ. ഈ സത്യം ഇഷ്ടപ്പെടുക എന്നതാണ് അഭികാമ്യം. കാരണം യേശു സത്യമാണ്, അവൻ കള്ളം പറയുകയില്ല. അവൻ തന്നെ പറഞ്ഞതാണ്, ഞാനാണ് വഴിയെന്ന്, ഞാനാണ് സത്യമെന്ന്, ഞാനാണ് ജീവനെന്ന്. ഹല്ലേലൂയ. അവൻ ജഡത്തിൽ വെളിപ്പെട്ടു. ഹല്ലേലൂയ. ആത്മാവിൽ നീതീകരിക്കപ്പെട്ടു. അവൻ ദൂതന്മാർക്ക് പ്രത്യക്ഷനായി, ജാതികളുടെ ഇടയിൽ പ്രസംഗിക്കപ്പെട്ടു, ലോകത്തിൽ വിശ്വസിക്കപ്പെട്ടു, തേജസ്സിൽ എടുക്കപ്പെട്ടു എന്നിങ്ങനെ ദൈവഭക്തിയുടെ മർമ്മം സമ്മതവണ്ണം വലിയതാകുന്നു. പ്രൈസ് ദി ലോർഡ്. അവൻ ദൈവത്തിന്റെ പുത്രനാകുന്നു. അവൻ ആത്മീയ ജീവൻ പ്രാപിക്കേണ്ടതിന് അവനെ കൈക്കൊള്ളേണ്ടതാണ്. പ്രൈസ് ദി ലോർഡ്. അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അധികാരം കൊടുത്ത സ്വർഗത്തിലെ ആ ദൈവത്തിന്റെ വചനത്തിന്റെ പരിധിയിൽ ആയിരിക്കുന്ന ദൈവമക്കളെ ഓർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുകയാണ്. യേശു അവരോട് പറഞ്ഞത്, ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു, ആമേൻ, നിങ്ങൾ മനുഷ്യപുത്രന്റെ മാംസം തിന്നാതെയും അവന്റെ രക്തം കുടിക്കാതെയും ഇരുന്നാൽ നിങ്ങൾക്ക് ഉള്ളിൽ ജീവൻ ഇല്ല. പ്രൈസ് ദി ലോർഡ്. ആമേൻ. കർത്താവിന്റെ തിരുമേശയോടുള്ള ബന്ധത്തിൽ അവൻ കൂട്ടായ്മ ആചരിക്കുന്ന ദൈവമക്കളെ തന്നെത്താൻ ശോധന ചെയ്തിട്ട് വേണം ഈ അപ്പ വീഞ്ഞുകൾ ഭക്ഷിപ്പാൻ. പ്രൈസ് ദി ലോർഡ്. അയോഗ്യരായി ഈ അപ്പം തിന്നുകയോ ഭക്ഷിക്കുകയോ ചെയ്താൽ നിങ്ങളിൽ ആമേൻ പലരും രോഗികളും അതേ നിദ്ര തന്നെ കൊള്ളേണ്ടി വരും. പ്രൈസ് ദി ലോർഡ്. പ്രിയമുള്ളവരെ, കർത്താവിന്റെ ഈ ഭൂമിയിലെ ജീവിതത്തിന്റെ അവസാന സമയത്ത് കർത്താവായ യേശു ക്രിസ്തു ക്രൂശിൽ യാഗമായി തീരുന്നതിന് തൊട്ട് മുമ്പ്, ആമേൻ, അന്ത്യത്താഴത്തിന് തൊട്ട് മുമ്പ്, ആമേൻ, ശിഷ്യന്മാരുമായി അത് പന്തിയിൽ ഇരുന്നപ്പോൾ ഹല്ലേലൂയ അവരനുഭവിച്ച ആ കൂട്ടായ്മയ്ക്കകത്ത് അവരനുഭവിച്ച ആ സന്തോഷം, ഹല്ലേലൂയ, പിന്നീട് അപ്പോസ്തലനായിരിക്കുന്ന പൗലോസ്ലീഹ ആമേൻ ദൈവസഭയ്ക്ക് ലേഖനം എഴുതിയപ്പോൾ കൊരിന്ത്യ ലേഖനത്തിൽ ഞാൻ കർത്താവിങ്കിൽ നിന്ന് പ്രാപിക്കുകയും നിങ്ങളെ ഫലമേൽപ്പിക്കുകയും ചെയ്യുന്നത് എന്തെന്നാൽ ഞാൻ കർത്താവിനെ ആമേൻ കാണിച്ചു കൊടുത്ത തലേ രാത്രി അപ്പം എടുത്ത് സ്തോത്രം ചൊല്ലി നുറുക്കി ഹല്ലേലൂയ എന്ന് പറഞ്ഞ് എഴുതി തുടങ്ങിയ വരികളെ അപ്പോസ്തലനായിരിക്കുന്ന പൗലോസ്ലീഹ എഴുതുക. പക്ഷേ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം, ആമേൻ, യേശുവിന്റെ ഈ ലോക ജീവിതത്തിൽ ആമേൻ യേശുവിനോട് കൂടെ ശിഷ്യത്വം സ്വീകരിപ്പാൻ കൃപ ലഭിച്ചവര് അന്ത്യത്താഴത്തിൽ പങ്കാളിത്തം വഹിച്ച ഇസ്കറിയോത്ത് യൂദ ഉൾപ്പെടെ 12 പേരുടെ കൂട്ടത്തിൽ ആമേൻ ഈ ലേഖനം എഴുതിയ അപ്പോസ്തലനായിരിക്കുന്ന പൗലോസ്ലീഹ ഉണ്ടായിരുന്നില്ല. പ്രൈസ് ദി ലോർഡ്. എന്നാൽ യേശു കർത്താവിൽ നിന്ന് ഡയറക്റ്റ് ഈ അപ്പം വാങ്ങി ഭക്ഷിച്ചവരെ കൊണ്ട് ഇത് എഴുതിക്കാതെ അതെ കാലങ്ങൾ കഴിഞ്ഞ് അനുഗ്രഹീതനായി അഭിഷക്തനായി മാറിയ അവൻ പൗലോസ്ലീഹയിലൂടെ ഇത് എഴുതിപ്പിച്ചതിന്റെ കാരണം എന്താണെന്നറിയാമോ? അവൻ അന്ന് കൂടെ ഉണ്ടായിരുന്നവർക്ക് എഴുതുവാൻ പ്രാഗൽഭ്യമില്ലാതെയോ ആമേൻ എഴുതി അതേ ദൈവസഭയ്ക്ക് കൊടുക്കുവാൻ കഴിയാതെയോ ആമേൻ ഒതുങ്ങിപ്പോകുമ്പോ ഇതാ ആമേൻ ഇന്നലെ കയറി വന്ന ആമേൻ പൗലോസിനെ കൊണ്ട് സ്വർഗം എഴുതിപ്പിച്ചു. ആമേൻ മുമ്പന്മാരും പിമ്പന്മാരും മുമ്പന്മാരുമായി കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ആമേൻ ആ കൂട്ടത്തിൽ എണ്ണപ്പെടാത്തവനാണെങ്കിലും ദമസ്കോസിന്റെ പടിവാതിക്കൽ വെച്ച് ക്രിസ്തു എന്തിനു വേണ്ടി ഈ ഭൂമിയിലേക്ക് വന്നുവെന്നും ആർക്കു വേണ്ടി ക്രൂശിൽ യാഗമായി തീർന്നുവെന്നുമുള്ള പരമസത്യം തിരിച്ചറിഞ്ഞ പൗലോസ് പറഞ്ഞു, ആ പാപികൾ ഒന്നാമൻ ഞാനാണ്, എനിക്ക് വേണ്ടിയാണ് ദൈവപുത്രനായി ക്രിസ്തു ഈ ഭൂമിയിൽ ഇറങ്ങി വന്നത്, അവന്റെ അവസാനത്തുള്ളി രക്തം വരെയും ഒഴുക്കിയത് എന്നെ വീണ്ടെടുക്കുവാനാണ് എന്നുള്ള സത്യം തിരിച്ചറിഞ്ഞ് ദൈവസഭയ്ക്ക് അനുഷ്ഠിക്കുവാൻ എഴുതി ഞാൻ കർത്താവിങ്കിൽ നിന്ന് പ്രാപിക്കുകയും നിങ്ങളെ ഫലമേൽപ്പിക്കുകയും ചെയ്യുന്നത് എന്തെന്നാ അതെ യേശു ക്രിസ്തുവിന്റെ യാഗത്തെ കുറിച്ചുള്ള യഥാർത്ഥ സത്യം ആമേൻ അതെ കൂടെ ഇരുന്ന് പന്തിബോധനത്തിൽ നിന്ന് പങ്കിട്ട അഭിഷക്ത ഗണങ്ങൾക്ക് എഴുതാൻ കഴിയാതെ അവർ ഒതുങ്ങിപ്പോയപ്പോൾ ഇതാ ആമേൻ പിന്നീട് യേശു എന്തിനു വേണ്ടി ഭൂമിയിലേക്ക് ഇറങ്ങി വന്നെന്ന് ഒരു കാലത്ത് യേശുവിനും യേശുവിന്റെ അനുഗാമി
ദുഷ്കർമ്മികൾക്ക് എതിരായി നിന്ന് അതേ ശൗല് പൗലോസായി മാറിയപ്പോ ആത്മാവിന്റെ നിയോഗത്തോടെ തന്റെ പ്രാണന് അതേ വെച്ചുകൊടുത്ത് അവൻ പറയുകയാണ് ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, ഈ സന്ദേശം ലോകത്തിന്റെ അറ്റത്തോളം എത്തിക്കുവാൻ ഹല്ലേലൂയ ഒരു പക്ഷേ ആദ്യം ഇറങ്ങി തിരിച്ചവരുടെ കൂടെ നിനക്ക് ഇറങ്ങാൻ സാധിച്ചില്ലായിരിക്കാം. എന്നാൽ ഇന്ന് രാത്രിയാണോ നീ ഇറങ്ങുന്നത്? നിന്നെ കൊണ്ട് ഈ സത്യം ലോകത്ത് അതെ അറിയിക്കുവാൻ, അവിടുത്തെ കൃപ നിന്റെ മേൽ പകരുവാൻ ദൈവം ശക്തനാണ്. കരമടിച്ച് കർത്താവിന് മഹത്വം കൊടുക്കുക. ഹല്ലേലൂയ. ആമേൻ. ഡയറക്റ്റ് പ്രാപിച്ചവരെ കൊണ്ട് എഴുതാൻ കഴിയാത്തത് ആമേൻ അതെ പിന്നീട് ഈ സത്യം ഉൾക്കൊണ്ട് എഴുതുവാൻ ആമേൻ പൗലോസിന് ദൈവം കൃപ കൊടുത്തെങ്കിൽ ആമേൻ ഇന്ന് രാത്രി ചിലരുടെ മേൽ അതെ സ്വർഗത്തിലെ കൃപ വന്നു കഴിയുമ്പോൾ അതെ പൂർവികരെ കൊണ്ട് ചെയ്യാൻ കഴിയാതെ പോയ മഹത്തായ കാര്യങ്ങൾ ഇന്ന് രാത്രിയിലും ശിഷ്ടായുസ് നിന്നിലൂടെ ഈ ഭൂമിയിൽ ചെയ്തെടുക്കുവാൻ ദൈവം ആഗ്രഹിക്കുകയാണ്. ഇന്ന് രാത്രി ദമസ്കോസിന്റെ പടിവാതിക്കൽ വെച്ച് സമർപ്പിക്കപ്പെട്ട പൗലോസ് സകലതും ചപ്പന്നും ചവറെന്നും എണ്ണി ആമേൻ കർത്താവിന്റെ പരമവിളിയുടെ ലാക്കിലേക്ക് ഓടിയതുപോലെ ഓടുവാൻ സമർപ്പിക്കപ്പെടുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. ഹല്ലേലൂയ. ആമേൻ. അതേ മനുഷ്യർ വിശ്വസിക്കേണ്ട ആമേൻ ഒരുവൻ ഹല്ലേലൂയ അല്ലെങ്കിൽ എന്നേക്കുമായി നശിക്കുന്നതിന് കാരണമാകുന്നു. ഹല്ലേലൂയ. ആമേൻ. ഒരുവൻ നിത്യജീവൻ പ്രാപിക്കുവാൻ വിശ്വസിക്കേണ്ട യേശുവിനെ കുറിച്ച് ഹല്ലേലൂയ ലോകത്തോട് വിളിച്ചു പറയുവാൻ കൃപ ലഭിച്ച ദൈവമക്കളെ, ആമേൻ ദുഷ്ടന്റെ കൂടെ പാപിയുടെ കൂടെ പരിഹാസിയുടെ കൂടെ ലോകാവസാനം വരെ ഇരിക്കാന്നല്ല പറഞ്ഞത്. ഹല്ലേലൂയ. കർത്താവിന്റെ കൽപ്പന അനുസരിച്ച് അവന്റെ ശിഷ്യത്വം സ്വീകരിച്ച് അനേകരെ ആമേൻ അതേ ക്രിസ്തുവിങ്കിലേക്ക് ആദായപ്പെടുത്തുവാൻ സമർപ്പിച്ച് ലോകത്തിന്റെ അറ്റത്തോളം പോകുന്നവരുടെ കൂടെ ഇരിക്കാമെന്ന് പറഞ്ഞത്. അങ്ങനെയെങ്കിൽ കട്ടതയോ ആമേൻ പട്ടിണിയോ പൈതാകമോ വകവെക്കാതെ പ്രേക്ഷിത പ്രവർത്തനത്തിന്റെ ഭാഗവാക്ക് ആകുവാൻ അത് സമർപ്പിക്കപ്പെട്ടിരിക്കുന്ന അഭിഷത്തിനെ താങ്കളോട് കൂടെ, സഹോദരി താങ്കളോട് കൂടെ, മാതാവേ താങ്കളോട് കൂടെ ലോകത്തിന്റെ അവസാനത്തോളം കൂടെ ഇരിക്കാമെന്ന് പറഞ്ഞവനുണ്ട്. അവന്റെ സാന്നിധ്യം അനുഭവിക്കുന്നവർ കരമടിച്ച് കർത്താവിന് മഹത്വം കൊടുക്കുക. ഹല്ലേലൂയ. ആകയാൽ ഹല്ലേലൂയ നിങ്ങളുടെ പാപങ്ങളിൽ നിങ്ങൾ മരിക്കും എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞു. ഞാൻ അങ്ങനെയുള്ളവനെന്ന് വിശ്വസിക്കാനാൽ നിങ്ങൾ നിങ്ങളുടെ പാപങ്ങളിൽ മരിക്കുമെന്ന് പറഞ്ഞു. ഹല്ലേലൂയ. അത് ദൈവജനത്തിന്റെ ഏക വാതിലും ആമേൻ ഏക ഇടയനും അവനാകുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. മത്തായി സുവിശേഷം യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായം 7 മുതൽ 11 വരെയുള്ള വേദഭാഗങ്ങൾ വായിക്കുമ്പോൾ യേശു പിന്നെയും അവരോട് പറഞ്ഞത് ആമേൻ ആമേൻ ഹല്ലേലൂയ ഞാൻ നിങ്ങളോട് പറയുന്നു ഹല്ലേലൂയ ആടുകളുടെ വാതിൽ ഞാനാകുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആടുകളുടെ വാതിൽ ഞാനാകുന്നു. എനിക്ക് മുമ്പേ ആമേൻ ഹല്ലേലൂയ എനിക്ക് മുമ്പേ വന്നവരൊക്കെയും കള്ളന്മാരും കവർച്ചക്കാരും അത്രേ. ആടുകളെ അവരുടെ വാക്ക് കേട്ടില്ല. പ്രൈസ് ദി ലോർഡ്. ഞാൻ വാതിലാകുന്നു. ആമേൻ. എന്നിലൂടെ കടക്കുന്നവൻ രക്ഷപ്പെടും. ആമേൻ. അവൻ അകത്ത് ആമേൻ വരികയും പുറത്തു പോകുകയും മേച്ചൽ കണ്ടെത്തുകയും ചെയ്യും. ഹല്ലേലൂയ. അതെ മോഷ്ടിപ്പാനും അറപ്പാനും മുടിപ്പാനും അല്ലാതെ കള്ളൻ വരുന്നില്ല. പ്രൈസ് ദി ലോർഡ്. അവർക്ക് ജീവൻ ഉണ്ടാകുവാനും സമൃദ്ധിയായിട്ടുണ്ടാകുവാനും അത്രേ ഞാൻ വന്നിരിക്കുന്നത്. ആമേൻ. ഞാൻ നല്ല ഇടയനാകുന്നു. നല്ല ഇടയൻ ആടുകൾക്ക് വേണ്ടി തന്റെ ജീവനെ കൊടുക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഒരു നല്ല ഇടയനാകുന്ന യേശു കർത്താവ് ഈ ഭൂമിയിലേക്ക് വന്നത് നിനക്ക് സമൃദ്ധിയായ ജീവൻ ഉണ്ടാകുവാനാണ്, നിനക്ക് സമൃദ്ധിയായ ജീവൻ നൽകുവാനാണ്. അതേ രോഗാവസ്ഥയിൽ കിടക്കുന്ന നിന്നെ അവിടുത്തെ അടിപ്പിണരുകളാൽ സൗഖ്യമാക്കുവാനാണ് ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നത്. കരമടിച്ച് കർത്താവിന് മഹത്വം കൊടുത്താട്ട് അവനായതുകൊണ്ടും അവൻ തെളിവുകൾ വ്യക്തമാക്കിയത് കൊണ്ടും ഹല്ലേലൂയ അവനെ വിശ്വസിക്കേണ്ടതാണ്. പ്രൈസ് ദി ലോർഡ്. ഉലകത്തിൽ വിശ്വസിക്കുവാൻ കൊള്ളാകുന്ന ഒരുവനുണ്ടെങ്കിൽ ഇന്ന് രാത്രി ഞാൻ പ്രസംഗിക്കുന്ന കർത്താവായ യേശു മാത്രമാണ്. ഹല്ലേലൂയ. ആമേൻ. അതെ യേശു പറഞ്ഞു ഞാൻ വഴിയാണ്. ഹല്ലേലൂയ. അടുത്തത് സത്യം. ഹല്ലേലൂയ. ദൈവത്തിന്റെ ആ സത്യത്തിന്റെ സാക്ഷാത്കാരമാണ് ആമേൻ യേശു ക്രിസ്തു. ഹല്ലേലൂയ. യേശു
സത്യത്തിന്റെ ദൈവത്തിന്റെ ആമേൻ ജഡ അവതാരമാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഇന്ന് രാത്രി സത്യ ദൈവത്തിന്റെ അതേ ജഡ അവതാരമായി ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന ദൈവപുത്രനായ ക്രിസ്തുവിനെ വിശ്വസിച്ച് ജീവിക്കുവാൻ കൃപ ലഭിച്ച ദൈവമക്കൾ കരമടിച്ച് കർത്താവിന് മഹത്വം കൊടുക്കുക. ഹല്ലേലൂയ, ആമേൻ. സങ്കീർത്തനങ്ങൾ 31:5 രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇങ്ങനെയാണ്: നിന്റെ കയ്യിൽ ഞാൻ എൻ്റെ ആത്മാവിനെ ഭരമേൽപ്പിക്കുന്നു. ആമേൻ. വിശ്വസ്ത ദൈവമായ യഹോവേ, നീ എന്നെ വീണ്ടെടുത്തിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അതെ, വഞ്ചന, ചതി, അന്ധകാരം ഇവയുടെ ഒരു കണിക പോലും അവനിൽ കണ്ടെത്തുവാൻ സാധ്യമല്ല. ആമേൻ. ഞാൻ വഴിയെന്ന് പറഞ്ഞവൻ തന്നെയാണ് താൻ സത്യമെന്നും പറഞ്ഞത്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഈ ലോകത്തിൽ നിന്ന് ആമേൻ സ്വർഗത്തിലേക്കുള്ള ഏക വഴി യേശുവാണ്. ഹല്ലേലൂയ. ആ വഴിയാണെന്ന് അവകാശപ്പെട്ട അതേ യേശു തന്നെയാ പറഞ്ഞത് ഞാൻ സത്യമാണെന്ന്. അവനിൽ വഞ്ചനയില്ല കേട്ടോ, അവനിൽ ചതിയില്ല കേട്ടോ, അവനിൽ അന്ധകാരമില്ല കേട്ടോ. പ്രൈസ് ദി ലോർഡ്. അന്ധകാര നിബിഡമാകുന്ന ലോകത്ത് അനേകര് ലോകത്തെ ഭരിക്കുവാൻ വേണ്ടി ഭരണസാരഥിയായിട്ട് വരാറുണ്ട്. അവർ പറയും, ഞങ്ങൾ നല്ലവരാ, ഞങ്ങൾ വഞ്ചന ചെയ്യത്തില്ല, ഞങ്ങൾ ചതി ചെയ്യത്തില്ല, ഞങ്ങൾ നല്ലത് മാത്രമേ ചെയ്യത്തുള്ളൂ. ഹല്ലേലൂയ. ചിലർ ടോർച്ചും കൊണ്ടൊക്കെയാണ് വരുന്നത്. ആമേൻ. ഞങ്ങൾ വെളിച്ചമാണെന്നും പറഞ്ഞ്. ഹല്ലേലൂയ. ചിലർ വരുന്നത് ആമേൻ മാരക ആയുധങ്ങൾ കൊണ്ടാ. ആമേൻ. അയ്യോ, പേടിയാ കേട്ടോ. ചിലർ വരുന്നത് ആമേൻ അതെ നമുക്ക് ആമേൻ ആഹാരത്തിനുള്ള ആമേൻ വകയുമായിട്ടാ. പ്രൈസ് ദി ലോർഡ്. ആമേൻ. അതെ, കതിരും പതിരും ഒക്കെ ആയിട്ടാ വരുന്നത്. പ്രൈസ് ദി ലോർഡ്. എന്നാൽ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ഈ ഭൂമിയിലേക്ക് വന്നത് വെളിച്ചമായിട്ടാണ്. ഹല്ലേലൂയ. അവനിൽ വഞ്ചനയില്ലെന്ന്, അവനിൽ ചതിയില്ലെന്ന്, അവനിൽ അന്ധകാരമില്ലെന്ന് ലോകത്തിൽ ഉലകത്തിൽ വിശ്വസിക്കാൻ കൊള്ളാവുന്ന ഒരുവനുണ്ടെങ്കിൽ ഇന്ന് രാത്രി ഞാനാണ് വഴി, ഞാനാണ് സത്യമെന്ന് പറഞ്ഞ് ഈ ഭൂമിയിൽ തന്നെ വെളിപ്പെടുത്തിയ ദൈവപുത്രനായ ക്രിസ്തുവാണ്. കരമടിച്ച കർത്താവിന് മഹത്വം കൊടുത്താട്ടെ. ഹല്ലേലൂയ. അടുത്തത് ജീവൻ. ഹല്ലേലൂയ. ഭാഗ്യമായ നിലനിൽപ്പിനെ കുറിച്ച് അല്ല കർത്താവ് പറയുന്നത്. ആമേൻ. മനുഷ്യരുടെയും എല്ലാ ജീവജാലങ്ങളുടെയും ജീവൻ താനാണെന്നും അല്ല കർത്താവ് വെളിപ്പെടുത്തുന്നത്. ഹല്ലേലൂയ. ഏകസത്യ ദൈവത്തിന്റെ ജീവൻ തന്നിൽ ഉണ്ട് എന്നാണ് വെളിപ്പെടുത്തുന്നത്. കരമടിച്ച കർത്താവിന് മഹത്വം കൊടുത്താട്ടെ. ആമേൻ. പിതാവിന് തന്നിൽ തന്നെ ജീവനുള്ളതുപോലെ അവൻ പുത്രനും തന്നിൽ തന്നെ ജീവനുള്ളവൻ ആകുമാറ് വരം നൽകിയിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഇവിടെ അർത്ഥമാക്കുന്നത് ആമേൻ ഹല്ലേലൂയ മാത്രമല്ല അവനാണ് സകല മനുഷ്യർക്കും നിത്യജീവൻ നൽകുന്നത് എന്നാണ്. ഹല്ലേലൂയ. 5-ാം അധ്യായം 21-ാം വാക്യത്തിൽ പിതാവ് മരിച്ചവരെ ഉണർത്തി ജീവിപ്പിക്കുന്നത് പോലെ ഹല്ലേലൂയ പുത്രനും താൻ ഇച്ഛിക്കുന്നവരെ എന്ത് ചെയ്യുന്നു? ജീവിപ്പിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. നീ അവന് നൽകിയിട്ടുള്ളവർക്ക് എല്ലാവർക്കും അവൻ നിത്യജീവൻ കൊടുക്കേണ്ടതിന് നീ സകല ജഡത്തിന്മേലും അവൻ അധികാരം നൽകിയിരിക്കുന്നുവല്ലോ. ഹല്ലേലൂയ. ഈ ജീവൻ അവനിൽ മാത്രമാണുള്ളത്. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ആമേൻ, അവന്റെ അടിപ്പിണരുകളാൽ സൗഖ്യം വന്നിരിക്കുന്നുവെന്ന് എഴുതിയിരിക്കുന്ന തിരുവചനത്തെ വിശ്വസിക്കുന്നവരുടെ മേൽ ഇന്നും അവിടുത്തെ സൗഖ്യം വെളിപ്പെടുത്തുവാൻ ദൈവം ശക്തരാണ്. ഹല്ലേലൂയ. അവന്റെ സാക്ഷ്യമോ ദൈവം നമുക്ക് നിത്യജീവൻ തന്നു. ആ ജീവൻ അവന്റെ പുത്രനിൽ ഉണ്ട് എന്നുള്ളത് തന്നെ. പ്രൈസ് ദി ലോർഡ്. പുത്രനുള്ളവന് ജീവനുണ്ട്. ആമേൻ. ദൈവപുത്രൻ ഇല്ലാത്തവന് ജീവൻ ഇല്ല. പ്രൈസ് ദി ലോർഡ്. കർത്താവായ യേശുവിനെ ഹൃദയത്തിൽ കൈക്കൊണ്ട് ആമേൻ വിശ്വാസത്തിൽ ജീവിക്കുന്നത് മൂലം നാം അവനിൽ ആകുകയാണ്. പ്രൈസ് ദി ലോർഡ്. തന്മൂലം നാം അവന്റെ വഴിയിൽ നടക്കുകയും ആമേൻ നാം സത്യം വിശ്വസിക്കുകയും നമ്മിൽ ആത്മീയ ജീവൻ ഉളവാകുകയും ചെയ്യുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നാം അവനെ നിരസിക്കുകയാണെങ്കിൽ നാം ഒരിക്കലും ദൈവത്തിന്റെ വഴിയിൽ ആയിരിക്കുകയോ ആമേൻ സത്യം വിശ്വസിക്കുകയോ ആത്മീയ ജീവൻ പ്രാപിക്കുകയോ ചെയ്യുകയില്ല. ആമേൻ. സ്വർഗത്തിലെ സ്വസ്ഥത ലഭിക്കുകയും ചെയ്യുകയില്ല. ആമേൻ. ഇതിനെല്ലാം പിന്നിലുള്ള തെളിവ് അതേ പുത്രനായ യേശുവിന്റെ വാക്കുകൾ തന്നെയാണ്. പ്രൈസ് ദി ലോർഡ്. അതിനാൽ അവനെ സത്യത്തിലേക്ക് നയിക്കാനും പഠിപ്പിക്കുവാനും അവൻ ആവശ്യപ്പെട്ടു. ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി ഈ സത്യത്തിലേക്ക് നയിക്കുവാൻ ആമേൻ ഈ സത്യം ഒന്ന് പഠിപ്പിക്കുവാൻ എത്ര പേര്
അനേകര് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിലൂടെ ദൈവത്തോട് അപേക്ഷിക്കുവാനും പ്രാർത്ഥിക്കുവാനും തയ്യാറാകും. ഹല്ലേലൂയ. പ്രിയരെ, അതേ സങ്കീർത്തനത്തിൽ ആമേൻ, ആ സങ്കീർത്തനക്കാരിൽ നിന്ന് നമുക്ക് പഠിക്കാവുന്ന മറ്റൊരു കാര്യം, ദൈവത്തിൽ നിന്ന് നിർദ്ദേശങ്ങൾ ലഭിക്കുന്നത് വരെ അവൻ ദൈവത്തെ കാത്തിരിക്കുവാൻ തയ്യാറായിരുന്നു എന്നതാണ്. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രി പ്രാർത്ഥിച്ച് മടുത്തു. എത്ര കാലമായി പ്രാർത്ഥിക്കാൻ തുടങ്ങിയിട്ട് ഈ വേദന മാറുന്നില്ലല്ലോ, ഈ രോഗം മാറുന്നില്ലല്ലോ, ഈ കഷ്ടത മാറുന്നില്ലല്ലോ, ഈ പ്രതികൂലം മാറുന്നില്ലല്ലോ, ഈ പ്രതിസന്ധി മാറുന്നില്ലല്ലോ എന്ന് പറഞ്ഞ് പിറുപിറുത്ത് അവസാനിപ്പിക്കുന്ന ഒരു ഭക്തനെ അല്ല നമുക്ക് കാണുവാൻ കഴിയുന്നത്. ഹല്ലേലൂയ. ആമേൻ. ദൈവത്തിൽ നിന്ന് ഒരു നിർദ്ദേശം ലഭിക്കുന്നത് വരെ അവൻ ദൈവത്തെ കാത്തിരിക്കുവാൻ തയ്യാറായിരുന്നു എന്നതാണ്. പ്രൈസ് ദി ലോർഡ്. ഒരു നിശ്ചിത ഡേറ്റ് എഴുതി വെച്ചിട്ട് കാത്തിരിക്കുകയാ, ഇത്രാം തീയതി ഇത്ര മാസം എൻ്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി എന്ന് അത് കണ്ടില്ലെങ്കിൽ അല്ല, ആമേൻ, മറുപടി വരുന്നത് വരെ ഹല്ലേലൂയ അതേ ഭക്തൻ കാത്തിരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. പുതിയ നിയമത്തിൽ നമ്മെ പഠിപ്പിക്കുവാനും നയിക്കുവാനും പരിശുദ്ധാത്മാവിനെ ദൈവം മക്കൾക്ക് നൽകിയിട്ടുണ്ട്. ആമേൻ. യോഹന്നാന്റെ സുവിശേഷം 16-ാം അധ്യായം അതിന്റെ 13-ാം വാക്യത്തിൽ ദൈവത്തിന്റെ ആത്മാവ് വരുമ്പോഴോ അവൻ നിങ്ങളെ സകല സത്യത്തിലും വഴി നടത്തും. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ ആ പരിശുദ്ധാത്മാവിന്റെ വ്യാപാരം, ആ പരിശുദ്ധാത്മാവിന്റെ ഇടപെടൽ, ആമേൻ, ആ പരിശുദ്ധാത്മാവിന്റെ നിയോഗം, ആ പരിശുദ്ധാത്മാവിന്റെ ഗൈഡൻസ്, ആ പരിശുദ്ധാത്മാവുമായിട്ടുള്ള സഹവാസം എപ്പോൾ ഉണ്ടാകുന്നുവോ അപ്പോഴാണ് ഹല്ലേലൂയ ആമേൻ സകല സത്യത്തിലും നമുക്ക് നടക്കുവാൻ കഴിയുന്നത്. ചിലർ തെറ്റിദ്ധരിക്കുകയാണ് പരിശുദ്ധാത്മാവ് കൈയടിക്കാനും ബഹളം വെക്കാനും ഒച്ചപ്പാടിനും ഒക്കെയുള്ളത്. ആത്മാവ് കലക്കത്തിന്റെ ആത്മാവല്ല, അത് സുബോധത്തിന്റെ ആത്മാവാണ്, അത് ശക്തിയുടെ ആത്മാവാണ്, അത് സ്നേഹത്തിന്റെ ആത്മാവാണ്. ആമേൻ. കയ്യടിയും ആമേൻ പാട്ടും പ്രസംഗവും ഒക്കെ തകർപ്പനായി നടക്കാറുണ്ട്. പക്ഷെ സ്നേഹം എന്ന് പറയുന്നത് ആമേൻ അവരിൽ അല്പം പോലും കാണുന്നില്ല. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ഐക്യത എന്ന് പറയുന്നത് അല്പവും കാണത്തില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. എന്നാൽ സത്യത്തിന്റെ ആത്മാവ് അവൻ ഏതാണെന്ന് ഇതിലൂടെ തിരിച്ചറിയണം. സത്യത്തിന്റെ ആത്മാവ് വരുമ്പോഴോ അവൻ നിങ്ങളെ സകല സത്യത്തിൽ വഴി നടത്തും. പ്രൈസ് ദി ലോർഡ്. അവൻ സ്വയമായി സംസാരിക്കാതെ അവൻ താൻ കേൾക്കുന്നത് സംസാരിക്കുകയും വരുവാനുള്ളത് നിങ്ങൾക്ക് അറിയിച്ചു തരികയും ചെയ്യും. പ്രൈസ് ദി ലോർഡ്. അങ്ങനെയെങ്കിൽ ഈ ആത്മാവിനെ പ്രാപിച്ചവർക്ക് അവന്റെ ശബ്ദം കേൾക്കുവാൻ കഴിയും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്വയമായി സംസാരിക്കാതെ അവനിൽ നിന്ന് കേൾക്കുന്നത് പറയുവാൻ തക്കവണ്ണം ഇടയായി തീരും. ഹല്ലേലൂയ. ലോകം അവനെ അറിയുകയോ ലോകം അവനെ കാണുകയോ ചെയ്യായികയാൽ അതിന് അവന് ലഭിപ്പാൻ കഴിയുകയില്ല. ആമേൻ. നിങ്ങളോ അവൻ നിങ്ങളോട് കൂടെ വസിക്കുകയും നിങ്ങളിൽ ഇരിക്കുകയും ചെയ്യുന്നത് കൊണ്ട് അവനെ അറിയുന്നു. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രി അവനെ അറിഞ്ഞ് ജീവിക്കുവാൻ കൃപ ലഭിച്ച ദൈവമക്കൾ കരമടിച്ച കർത്താവിന് മഹത്വം കൊടുത്താട്ടെ. ആമേൻ. എങ്കിലും പിതാവ് എന്റെ നാമത്തിൽ അയപ്പാനുള്ള പരിശുദ്ധാത്മാവെന്ന കാര്യസ്ഥൻ നിങ്ങൾക്ക് സകലവും ഉപദേശിച്ചു തരികയും ഞാൻ നിങ്ങളോട് പറഞ്ഞതൊക്കെയും നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയും ചെയ്യും. പ്രിയമുള്ളവരെ, മറവിയുള്ളവരാ കൂടുതലും. അമ്മേൻ. 50 കഴിഞ്ഞാൽ പിന്നെ മറവിയാ, 60 കഴിഞ്ഞാൽ പിന്നെ പറയേ വേണ്ട, 70, 80 ആയി കഴിഞ്ഞാൽ പിന്നെ ഒട്ടും പറയണ്ട. അവര് പിച്ചും പെയ്യും ഒക്കെ പറയും. ആമേൻ. അവർ പറയുന്നത് കേട്ടാൽ ചിലപ്പം ആമേൻ എല്ലാം അവസാനിപ്പിക്കാൻ തോന്നും. എന്നാൽ പരിശുദ്ധാത്മാവ് പറയുക 70 കഴിഞ്ഞാലും ആമേൻ നിന്നെ പറയേണ്ടതെല്ലാം ഓർപ്പിക്കുകയും ഉപദേശിക്കുകയും ഒക്കെ ചെയ്യുന്നവനാണ് പരിശുദ്ധാത്മാവ്. ഹല്ലേലൂയ. ആമേൻ. ഞങ്ങളുടെ അമ്മച്ചിക്ക് 85 വയസ്സുണ്ട്. ആമേൻ. പരിശുദ്ധാത്മാവ് കൂടെ ഉള്ളത് കൊണ്ട് ആമേൻ എന്നെയൊക്കെ നന്നായിട്ട് അറിയാം. ആമേൻ. ഞാൻ ഫോൺ വിളിക്കുമ്പോൾ എൻ്റെ ശബ്ദം കേൾക്കുമ്പോൾ അറിയാം, എടാ മോനെ, ഷിജുമോനെ, നീയല്ലേ വിളിച്ചത്. നോക്കിക്കേ. ആമേൻ. എത്ര കൊച്ചുമക്കളുണ്ടെന്ന് ഏത് പാതിരാത്രി വിളിച്ചു ചോദിച്ചാലും പറയും. ആമേൻ. മറവി, ആമേൻ, അതെ, മറവി മനുഷ്യന്റെ സഹജമാ. എന്നാൽ ആത്മാവ് ഒരുവന്റെ മേൽ ഉണ്ടെങ്കിൽ ആമേൻ എല്ലാം ഓർപ്പിക്കുമെന്ന് കരമടിച്ച കർത്താവിന് മഹത്വം കൊടുത്താട്ടെ. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് ദൈവത്തെക്കുറിച്ചും അതെ സ്വർഗ രാജ്യത്തെക്കുറിച്ചും അവന്റെ ജനം അറിയേണ്ടതെല്ലാം ശിഷ്യന്മാരെ എന്ത് ചെയ്തു? പഠിപ്പിച്ചു. ഹല്ലേലൂയ. പുതിയ നിയമം ഈ സത്യത്തിന്റെ വെളിപ്പാടാണ്. ആമേൻ. ഞാനൊരു കാര്യം പറഞ്ഞപ്പോ ആമേൻ ഇതും കൂടെ പറയാതെ പോയാ ആമേൻ അത് ശരിയാകത്തില്ല. ആമേൻ. ഈ പരിശുദ്ധാത്മാവ് മക്കളെയും മരുമക്കളെയും കൊച്ചുമക്കളെയും മാത്രം ഓർപ്പിക്കുന്നവനല്ല, ആത്മാവിനാൽ എഴുതിയിരിക്കുന്ന വചനത്തിന്റെ ആഴങ്ങളെ ഓർപ്പിക്കുന്നവനാണ്. പ്രൈസ് ദി ലോർഡ്. ആത്മാവ് നിന്റെ അകത്തുണ്ടെങ്കിൽ മാത്രമേ നീ ഈ പെട്ടിയുടെ മുമ്പിൽ കടന്ന് ഈ ചലിക്കാത്ത പെട്ടി ഉണ്ടല്ലോ, മനസ്സിലായവർ കരമടിച്ചേ,
ഈ ചലിക്കാത്ത പെട്ടി വീട്ടിൽ ഭിത്തിയിലൊക്കെ കൊണ്ടുവച്ചിട്ടില്ലേ? അതിനകത്ത് ചലിക്കുന്ന കുറെ പേരില്ലേ? ആമേൻ. അവര് ചലിക്കുന്നത് കണ്ടിട്ട് കൈയടിക്കുന്ന കുറെ പേരുണ്ട്. നിന്നെ വിട്ടിയാക്കുന്ന പെട്ടിയത്. കാരണം എന്താണെന്നറിയാമോ? അതിനകത്ത് ചലിച്ചോണ്ടിരിക്കുമ്പോ ഈ ചലിക്കുന്ന വ്യക്തികൾ ചിലപ്പോ പുട്ടടിച്ചോണ്ടിരിക്കുകയായിരിക്കും, ചിലപ്പോ കിടന്ന് ഉറക്കുമായിരിക്കും. അവര് കിടന്നുറങ്ങുമ്പോ അവര് കിടന്ന് കളിക്കുന്നത്, അവര് കിടന്ന് ചാടുന്നത് കണ്ട് കൈയടിക്കുന്ന വിഡ്ഢികളായി മാറിയിരിക്കുന്ന ഒത്തിരി പേര് ലോകത്തിലുണ്ട്. ഹല്ലേലൂയ. ഞാൻ പറയട്ടെ, ഇന്ന് രാത്രി ഹല്ലേലൂയ ആമേൻ, എങ്കിലും പിതാവിന്റെ നാമത്തിൽ അയപ്പാനുള്ള പരിശുദ്ധാത്മാവെന്ന കാര്യസ്ഥൻ നിങ്ങൾക്ക് സകലവും ഉപദേശിച്ച് തരികയും ഞാൻ നിങ്ങളോട് പറഞ്ഞതൊക്കെയും നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയും ചെയ്യും. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് ദൈവത്തെക്കുറിച്ചും സ്വർഗരാജ്യത്തെക്കുറിച്ചും അവന്റെ ജനം അറിയേണ്ടതല്ല. ഹല്ലേലൂയ. ശിഷ്യന്മാരെ പഠിപ്പിച്ചു. ഹല്ലേലൂയ. പുതിയ നിയമം ഈ സത്യത്തിന്റെ വെളിപ്പാട് ആണ് എന്ന് തിരിച്ചറിയുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. ആമേൻ. പരിശുദ്ധാത്മാവ് ദൈവവചനം ഉപയോഗിക്കുകയും ഓരോ വിശ്വാസിയെയും വെളിപ്പെടുത്തിയിട്ടുള്ള സത്യങ്ങൾ പഠിപ്പിക്കുകയും ചെയ്യുന്നു. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ദൈവം അവരിൽ വസിക്കുകയും അവരെ പ്രകാശിതരാക്കുകയും ചെയ്തുകൊണ്ടിരിക്കും. പ്രൈസ് ദി ലോർഡ്. 1 യോഹന്നാൻ 2:27 നമുക്ക് കാണുവാൻ കഴിയുന്നത്, അവനാൽ പ്രാപിച്ച അഭിഷേകം നിങ്ങളിൽ വസിക്കുന്നു, ആരും നിങ്ങളെ ഉപദേശിപ്പാൻ ആവശ്യമില്ല. ആമേൻ. അവന്റെ അഭിഷേകം തന്നെ നിങ്ങൾക്ക് സകലവും ഉപദേശിച്ചു തരികയാലും അത് പോഷ്കല്ല, സത്യം തന്നെ ആയിരിക്കയാലും അത് നിങ്ങളെ ഉപദേശിച്ചതുപോലെ നിങ്ങൾ അവനിൽ വസിപ്പീൻ. പ്രൈസ് ദി ലോർഡ്. അവൻ ഇങ്ങനെ ക്രിസ്തുവിനോട് കൂടെ വസിക്കുവാൻ കൃപ ലഭിച്ച ദൈവമക്കൾ ഇന്ന് രാത്രി കരമടിച്ച് കർത്താവിന് മഹത്വം കൊടുത്താട്ടെ. ഹല്ലേലൂയ. അത് നിങ്ങളെ ഓർത്തും കൊണ്ട് നമ്മുടെ കർത്താവായി യേശു ക്രിസ്തുവിന്റെ ദൈവവും മഹത്വമുള്ള പിതാവുമായവൻ നിങ്ങൾക്ക് തന്നെ കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ ജ്ഞാനത്തിന്റെയും വെളിപ്പാടിന്റെയും ആത്മാവിനെ തരേണ്ടതിന് നിങ്ങളുടെ ഹൃദയ ദൃഷ്ടി പ്രകാശിച്ചിട്ട് അവന്റെ വിളിയാലുള്ള ആശ ഇന്നതെന്നും വിശുദ്ധന്മാരിൽ അവന്റെ അവകാശത്തിന്റെ മഹിമാദനം ഇന്നതെന്നും അവന്റെ ബലത്തിൻ വല്ലഭത്വത്തിന്റെ വ്യാപാരത്താൽ. ഹല്ലേലൂയ. നോക്കണമേ, ഈ വിധത്തിലുള്ള വാഗ്ദാനങ്ങൾ മൂലം ഓരോ വിശ്വാസിയും ദൈവാത്മാവ് നൽകുന്ന പ്രകാശനം അന്വേഷിക്കുകയും അഭ്യാസനത്തിനായി ആത്മാവിനെ ആശ്രയിക്കുകയും വേണം. ഹല്ലേലൂയ. ദൈവം അധ്യാപകൻ എന്ന നിലയിൽ നമ്മെ പഠിപ്പിക്കുവാൻ തക്കവണ്ണം ഇടയായി തീരും. ഹല്ലേലൂയ. സങ്കീർത്തനം 25:3-4 വായിക്കുമ്പോൾ, നിന്നെ കാത്തിരിക്കുന്ന ഒരുത്തനും ലജ്ജിച്ചു പോകുകയില്ല. ആമേൻ. ഇന്ന് രാത്രി ഈ തിരുവചന സത്യങ്ങൾ ആമേൻ കേട്ട് അത് ഗ്രഹിച്ച് ഈ സർവശക്തനായ ദൈവത്തെ ഈ ഭൂമിയിൽ വെളിപ്പെടുത്തുവാൻ, ഞാനാണ് വഴി, ഞാനാണ് സത്യം, ഞാനാണ് ജീവൻ എന്ന് സ്വയം പ്രഖ്യാപിച്ചുകൊണ്ട് ഈ ഭൂമിയിൽ തിരുവെഴുത്തും പ്രകാരം ജനിച്ച്, തിരുവെഴുത്തും പ്രകാരം മരിച്ച്, തിരുവെഴുത്തും പ്രകാരം അടക്കപ്പെട്ട്, തിരുവെഴുത്തും പ്രകാരം ഉയർത്തെഴുന്നേറ്റ്, തിരുവെഴുത്തും പ്രകാരം മടങ്ങി വരുമെന്ന് പറഞ്ഞ കർത്താവിന്റെ വരവിന് വേണ്ടി പ്രത്യാശയോടെ കാത്തിരിക്കുന്ന ദൈവ പൈതലേ, നീ ലജ്ജിച്ചു പോകുവാൻ അവൻ സമ്മതിക്കത്തില്ല. വെറുതെ ദ്രോഹിക്കുന്നവർ ലജ്ജിച്ചു പോകും. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രി ആമേൻ. വെറുതെ ദ്രോഹിക്കുന്നവരെല്ലാം ലജ്ജിച്ചു പോകും. അവനെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും. ബാല്യക്കാർ ക്ഷീണിച്ചു പോകും, യൗവനക്കാർ ഇടറി വീഴും. എങ്കിലും യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും. അവർ ചിറകടിച്ചുയരുന്ന കഴുകന്മാരെ പോലെ പറന്നുയരും. ഇന്ന് രാത്രിയിലും പ്രശ്നങ്ങളുടെ മീതെ പറന്നു ഉയരത്തക്ക വിധത്തിൽ ഉയരത്തിലെ ഉൾനട്ട വചനത്തിന്റെ ശക്തിയെ ഇന്ന് രാത്രി നിന്റെ മേൽ വെളിപ്പെടുത്തി, നീ ആയിരിക്കുന്ന പട്ടണത്തിൽ, നീ ആയിരിക്കുന്ന രാജ്യത്ത്, നീ ആയിരിക്കുന്ന ദേശത്ത് ആമേൻ നിന്നെ ഉയർത്തുന്ന ഉലകത്തില് ഉൾനട്ട ജീവന്റെ വചനത്തിന്റെ ശക്തി ഇന്ന് രാത്രി തിരിച്ചറിയുന്ന ദൈവവചനം കരമടിച്ച് കർത്താവിന് മഹത്വം കൊടുത്താട്ടെ. ഹല്ലേലൂയ. ആമേൻ. യഹോവേ, നിന്റെ വഴികളെ എനിക്ക് അറിയിക്കണമേ. ഹല്ലേലൂയ. നിന്റെ പാതകളെ എനിക്ക് ഉപദേശിച്ചു തരണമേ. ഹല്ലേലൂയ. അതേ വരുവാനുള്ളത്. ആമേൻ. പരിശുദ്ധാത്മാവ് ഭാവി എന്തെന്നറിയുന്നു. ഇന്ന് രാത്രി ആമേൻ, നിന്റെ ഭാവി എന്താണെന്ന് നിനക്കറിയത്തില്ലെങ്കിലും നിന്നെ ഈ ഭൂമിയിൽ ജനിപ്പിച്ചവൻ അറിയാം നിന്റെ ഭാവി എന്താകുമെന്ന്. ഹല്ലേലൂയ. നിന്റെ ഭാവി എന്താകും എന്ന് ചോദിക്കുന്നവരോട് നിനക്ക് പറയാൻ ഒരു സത്യമുണ്ട്. എൻ്റെ ഭാവി എന്താകുമെന്ന് എനിക്കറിയത്തില്ലെങ്കിലും എൻ്റെ ഭാവി എന്താകുമെന്ന് തീരുമാനം
തീരുമാനിച്ച് അത് ചെയ്യുന്നവനെ എനിക്കറിയാം. അവനാണ് എൻ്റെ ഉപനിധി. ഹല്ലേലൂയ. അവനെയാണ് ഞാൻ വിശ്വസിച്ചിരിക്കുന്നത്. ഹല്ലേലൂയ. ഭാവിയിൽ അതെ തൻ്റെ ജനനം, ഹല്ലേലൂയ, അതെ ഭാവിയിൽ തൻ്റെ ജനം അറിയേണ്ടത്, അത് ദൈവഹിതം അറിയണമെന്ന് ആഗ്രഹിക്കുന്നവരെ ദൈവം അറിയിക്കുകയും ആമേൻ നമുക്ക് വേണ്ടി അത് ലേഖനങ്ങളിൽ വെളിപ്പാട് പുസ്തകത്തിലും അത് വളരെ വ്യക്തമായി എഴുതിയിട്ടുണ്ട്. കരമടിച്ച കർത്താവിന് മഹത്വം കൊടുത്താട്ടെ. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, നിങ്ങളെ പഠിപ്പിക്കുവാനും അവന്റെ സത്യത്തിലേക്ക് നയിക്കുവാനും പരിശുദ്ധാത്മാവിനോട് ആവശ്യപ്പെടുക. ഹല്ലേലൂയ. ഈ സത്യത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ ആകർഷിക്കുവാൻ അവിടുന്ന് ശ്രമിച്ചിരുന്നുവെന്ന് ഓർക്കുക. പ്രൈസ് ദി ലോർഡ്. എത്രയോ പ്രാവശ്യം ദൈവം നിങ്ങളോട് ബുദ്ധി ഉപദേശിച്ചു. എത്രയോ പ്രാവശ്യം രാത്രി ദർശനങ്ങളിലൂടെ, എത്രയോ പ്രാവശ്യം ആമേൻ ചില കുഞ്ഞുങ്ങളിലൂടെ, ചില സാഹചര്യങ്ങളിലൂടെ, ചില പ്രിയപ്പെട്ടവരിലൂടെ ആമേൻ ദൈവം അവസരങ്ങൾ ഒരുക്കി അതിനെയെല്ലാം തട്ടിമാറ്റി ആമേൻ അതെ ദൈവത്തിൽ നടന്നുപോയ ഒരു വ്യക്തിത്വമാണ് താങ്കളെങ്കിൽ ഇന്ന് രാത്രി ഈ സന്ദേശം താങ്കളുടെ അതെ ഉയർച്ചയ്ക്ക് വേണ്ടി, താങ്കളുടെ നന്മയ്ക്ക് വേണ്ടി, താങ്കളുടെ സന്തോഷത്തിനു വേണ്ടി ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് ഈ മീഡിയയിലൂടെ നിങ്ങളായിരിക്കുന്നിടത്തേക്ക് എത്തിച്ചിരിക്കുകയാണ്. കരമടിച്ച കർത്താവിന് മഹത്വം കൊടുത്താട്ടെ. ഹല്ലേലൂയ. ആമേൻ. ഇന്ന് രാത്രി അവനെ കീഴ്പ്പെടുവാൻ എത്ര പേര് തയ്യാറാകും? അവനിൽ നിന്ന് നിങ്ങൾക്ക് നിർദ്ദേശങ്ങൾ ലഭിക്കുന്നത് വരെ പ്രതീക്ഷയോടെ കാത്തിരിക്കുവാൻ തയ്യാറാകുക. പ്രൈസ് ദി ലോർഡ്. കാരണം ജീവിതത്തിലെ ഏതെങ്കിലും ഹല്ലേലൂയ വിഷയത്തെക്കുറിച്ചുള്ള സത്യം നിങ്ങൾക്കറിയാമെങ്കിൽ ഹല്ലേലൂയ നിങ്ങൾക്ക് പരാജയപ്പെടാൻ കഴിയുകയില്ല. ആമേൻ. പരിശുദ്ധാത്മാവ് നിങ്ങളെ നയിക്കുമ്പോൾ ഏത് ശ്രമത്തിലും വിജയിക്കുമെന്ന് അതെ അവൻ നിങ്ങൾക്ക് ഉറപ്പ് നൽകുകയാണ്. പ്രിയമുള്ളവരെ, ദൈവവചനത്തിൽ നിന്ന് പരിശുദ്ധാത്മാവിനെ അറിയുക. അവന്റെ വചനത്തിലൂടെ അവനുമായുള്ള കൂട്ടായ്മ, ആ മഹത്വത്തിൽ നിന്ന് മഹത്വത്തിലേക്ക് നിങ്ങളെ നയിക്കുവാൻ അവനെ ആമേൻ അനുവദിക്കുക. ഹല്ലേലൂയ. ഇന്ന് രാത്രി എന്നോട് ചേർന്ന് എത്ര പേര് കരമുയർത്തി ഹല്ലേലൂയ പറയും? ഹല്ലേലൂയ. ദൈവനാമം മഹിമപ്പെടുമാറാകട്ടെ. ഈ രാത്രിയിൽ ഈ വചന ശുശ്രൂഷയിലൂടെ ചില പ്രിയപ്പെട്ടവർ മഹത്വത്തിൽ നിന്ന് മഹത്വത്തിലേക്ക് ആമേൻ ആ പരിശുദ്ധാത്മാവുമുള്ള സഹവാസത്തിലേക്ക് ആമേൻ പാപ സ്വഭാവത്തെ ഉരിഞ്ഞു കളഞ്ഞ് ഒരു വിശുദ്ധ ജീവിതം നയിപ്പാൻ ഇടയാകുവാൻ തക്കവണ്ണം ആമേൻ ഇടയാകത്തക്ക വിധത്തിൽ പ്രവൃത്തിയിൽ വലിയവനായ ദൈവത്തിന്റെ കരം ഇന്ന് രാത്രി വിശ്വസിക്കുന്നവർക്ക് അനുകൂലമായി ചലിക്കുകയാണ്. എന്നോട് ചേർന്ന് എത്ര പേര് ഇങ്ങനെ ആമേൻ പ്രാർത്ഥിക്കും? അപ്പാ പിതാവേ, എന്നിൽ വസിക്കുവാനും എന്നോടൊപ്പം വസിക്കുവാനും അവിടുത്തെ പരിശുദ്ധ ആത്മാവിനെ എൻ്റെ മേൽ പകർന്നതിനായി നന്ദി അപ്പ. ഇന്ന് രാത്രി അവിടുത്തെ തിരുവഴുത്തിലൂടെ അവിടുന്ന് ഞങ്ങളോട് ഇടപെട്ടതിനായി നന്ദി പറയുന്നപ്പ. ആ കേൾപ്പിച്ച വചനം പോലെ ഇന്ന് രാത്രിയായി തീരുവാൻ എന്നെ ഇതാ സമർപ്പിക്കുന്നു. പ്രിയ പരിശുദ്ധാത്മാവേ, അവിടുത്തെ ആത്മാവിന്റെ ആ നിയോഗം ഏറ്റെടുത്തുകൊണ്ട് വളരെ സമർപ്പണത്തോടെ ഈ ഭൂമിയിൽ ആമേൻ എല്ലാ മേഖലകളിലും ജയകരമായ ഒരു ജീവിതം നയിപ്പാൻ എനിക്ക് കൃപ നൽകണമേ. ആമേൻ. അവിടുത്തെ തിരുവചന സത്യങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ട് ആമേൻ ആമേൻ ശിഷ്ടായുസ് അവിടുത്തെ നാമമഹത്വത്തിനു വേണ്ടി പ്രവർത്തിപ്പാനും ജീവിപ്പാനും കർത്താവ് കൃപ നൽകണമേ. കർത്താവെ, ഉയർന്നു പൊങ്ങുന്ന സകല പ്രതികൂല സാഹചര്യങ്ങളിലും ഹല്ലേലൂയ സ്വബുദ്ധി കൊണ്ടല്ല അവിടുത്തെ ആത്മാവ് നൽകിത്തരുന്ന ആ നിയോഗത്തോടും ഓർപ്പിക്കുന്ന ആ വചനത്തിലൂടെയും സഞ്ചരിക്കുവാൻ കർത്താവ് ഞങ്ങളെ സഹായിക്കണമേ. ഇന്ന് രാത്രി വചനം കേട്ട എല്ലാവരെയും അവിടുത്തെ ആത്മാവ് നയിക്കണമേ. അവിടുത്തെ ആത്മാവിനാൽ എല്ലാവരെയും അഭിഷേകം ചെയ്യണമേ. നിത്യജീവൻ അവകാശികളായി ആമേൻ നിത്യതയുടെ തുറമുഖത്ത് എത്തുവോളം എല്ലാവരെയും കൂടെ ഇരുന്ന് അത്ഭുതകരമായി അതിശയകരമായി വഴി നടത്തണമേ. വചനം കേട്ട എല്ലാവരെയും പിതാവിന്റെ പുത്ര പരിശുദ്ധാത്മാവിൻ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേൾക്കണം അൻപുള്ള പിതാവേ. ആമേൻ, ആമേൻ, ഹല്ലേലൂയ. ഇന്ന് രാത്രിയിലെ ഈ കൂട്ടായ്മയിൽ സ്നേഹതീരം പ്രയർ ഫാമിലിയുടെ ആമേൻ അതെ ഫേസ്ബുക്ക് പേജിലൂടെ കൂട്ടായ്മയിൽ പങ്കാളിത്തം വഹിച്ച ജോൺ ക്രിസ്റ്റഫർ ആമേൻ, അതെ മുരളി കെ ആമേൻ, ജോസഫ് ചാക്കോ, ബിബിൻ എസ് പി, കെൻസ് പെരുമ്പടവ് ആമേൻ, അത് സനൽകുമാർ ആമേൻ, സിനു എം തോമസ് ആമേൻ, കല സുകുമാരി, ഷിബു ആമേൻ, ബിനു മാത്യു ആമേൻ, സുച രവി ആമേൻ, തോമസ് എബ്രഹാം ആമേൻ, അണലിപ്പറമ്പിൽ ആമേൻ, റേച്ചൽ ദാനിയേൽ ആമേൻ, സജി വർഗീസ് ആമേൻ, മറ്റനേക പ്രിയപ്പെട്ടവരുണ്ട്. ഇവരെല്ലാം ഓർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുകയാണ്. ഇന്ന് രാത്രി ഈ കൂട്ടായ്മയിൽ പങ്കാളിത്തം വഹിച്ച എല്ലാവരെയും സ്വർഗത്തിലെ വലിയവനായ ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. അതുപോലെ തന്നെ ആമേൻ കോൺഫറൻസ് സ്കൂളിലൂടെ പങ്കെടുത്ത ആമേൻ കർത്താവിന്റെ ദാസി വത്സമ്മ ബാബു ആമേൻ, അതെ കെ എസ് അമ്മണി ആമേൻ, അതെ കുഞ്ഞമ്മ ഭരതൻ ആമേൻ, അതെ
ലീലാമ ജോസ്, ആമേൻ. ബെന്നി ഇയസ്, ആമേൻ. തങ്കമ്മ ജോസ്, ആമേൻ. അത് കുഞ്ഞമ്മ രാജു, ആമേൻ. അത് ബിജുപിയ, ഇവരെല്ലാം ഓർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. ധാരാളമായി അനുഗ്രഹിക്കണമേ, ആശീർവദിക്കണം. എല്ലാവരും സ്തോത്രം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ആമേൻ. വളാലിൽ നിന്ന് കുഞ്ഞമ്മ ഭരതൻ ശബ്ദമുയർത്തി ഇപ്പോൾ പ്രാർത്ഥിക്കും. പരിശുദ്ധനുമായ സ്വർഗീയ നല്ല പിതാവേ, ഈ കർത്താവേ, ഈ ഒരു മനോഹരമായ ഒരു രാത്രികാലത്തിനായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നപ്പാ. ഈ രാത്രികാലം സ്വർഗത്തിന്റെ ദൈവമേ, ഈ സ്വർഗത്തിന്റെ ദൈവമേ, ഞങ്ങളെ കർത്താവെ കേൾപ്പിച്ച വചനത്തിനായി സ്തോത്രം ചെയ്യുന്നപ്പാ. അതിന് കർത്താവ് ഞങ്ങളുടെ ജീവിതത്തിൽ വലിയൊരു അനുഗ്രഹമായി തീരുവാൻ സ്വർഗത്തിലെ കൊള്ളണമേ, വലിയ അനുഗ്രഹമായി തീരണമേ. ദൈവദാസനെ അപ്പച്ചന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നപ്പോ അത്ഭുത ശുശ്രൂഷകളാൽ നിറയ്ക്കണമേ കർത്താവേ. ഹല്ലേലൂയ. അങ്ങനെ അവരെ കുടുംബമായി കർത്താവ് അനുഗ്രഹിക്കണമേ, കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കണമേ, എല്ലാ ആവശ്യങ്ങളും അങ്ങ് നടത്തി കൊടുക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ. ഹല്ലേലൂയ. ഞങ്ങളുടെ ബാധ്യതരായിരിക്കും മാതാവിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്ന കർത്താവേ. അയച്ചിനെ ആരോഗ്യത്തെ ബലത്തെ കൊടുത്ത് പരിപാലിക്കണമേ. ദാനമായി കൊടുത്ത കുഞ്ഞുങ്ങളെ ഓരോരുത്തരായി അപ്പച്ചന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്ന കർത്താവേ. ഹല്ലേലൂയ. ഏൽപ്പിക്കുന്ന ചേട്ടനെ ഏൽപ്പിക്കുന്ന കുഞ്ഞുങ്ങളെ ഏൽപ്പിക്കുന്നവരുടെ കുഞ്ഞുമക്കളെ എല്ലാ അപ്പച്ചന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്ന കർത്താവേ. ഹല്ലേലൂയ. അച്ഛനെയും കുഞ്ഞുങ്ങളെ ഏൽപ്പിക്കുന്ന കർത്താവെ, അവരെയും പരിപാലിച്ചു കൊള്ളണമേ എന്ന് പ്രാർത്ഥിക്കുന്നപ്പെട്ട കുഞ്ഞമ്മയെ കുടുംബമായി ഭർത്താവിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നപ്പെട്ട മോളെ കുടുംബമായി അപ്പച്ചന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്ന കർത്താവെ. ഹല്ലേലൂയ. സന്തോഷനെ കുടുംബമായി ഏൽപ്പിക്കുന്നപ്പെട്ട അനുഗ്രഹിക്കുമാറാകണമേ കർത്താവെ. ഹല്ലേലൂയ. സ്തോത്രം കർത്താവെ. എന്റെയും കുടുംബമായി അപ്പച്ചന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്ന കർത്താവെ. ഹല്ലേലൂയ. സ്തോത്രം 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 കർത്താവെ. ഈ പ്രാർത്ഥനയിൽ കൂടിയ എല്ലാ മക്കളെ അപ്പച്ചന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്ന കർത്താവെ. ഹല്ലേലൂയ. അവരെ എല്ലാം ഒന്ന് അനുഗ്രഹിക്കുമാറാകണമേ. അനുസരിച്ച് ഞങ്ങൾക്ക് ജീവിക്കുവാൻ സ്വർഗത്തിൽ ദൈവമേ. ഹല്ലേലൂയ. ഞങ്ങളെ പരിപാലിച്ചു കൊള്ളണമേ, ഞങ്ങളെ അങ്ങനെ അങ്ങ് നടത്തിക്കൊള്ളണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. ഹല്ലേലൂയ. ഞങ്ങൾ ഇതിന്റെ മുമ്പിൽ ഏതുമില്ല ഒന്നുമില്ല എന്ന് സമ്മതിക്കുകയാണ് കർത്താവെ. ഞങ്ങളുടെ ആരുടെ കുറവുകളോ ബലഹീനവശങ്ങളോ ഒരു അനുഗ്രഹത്തിന് തടസ്സമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നപ്പ ദാസനെ കരങ്ങൾ ഏൽപ്പിക്കുന്ന കർത്താവേ. ഹല്ലേലൂയ. ദാസനെ കരങ്ങളെടുത്ത് ഉപയോഗിക്കുമാറാകണമേ. അനേകരെ കർത്താവേ. ഹല്ലേലൂയ. അങ്ങ് വിടിവിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നപ്പെട്ട അവരെ കുടുംബമായി അങ്ങ് അനുഗ്രഹിച്ചുകൊള്ളുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടിരിക്കാൻ സ്തോത്രം, വന്നിരിക്കാൻ സ്തോത്രം. യേശുക്രിസ്തുവിന്റെ ധന്യമായ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. ഇന്ന് രാത്രി ഈ കൂട്ടായ്മയിൽ പങ്കെടുത്ത എല്ലാവരെയും സ്വർഗത്തിലെ വലിയവനായ ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ലൈലാമ്മ ആമേൻ ആന്റിക്കായി സ്തോത്രം ചെയ്യാം. അലക്സ് കുഞ്ഞുനായി സ്തോത്രം ചെയ്യാം. ഈ സമയത്ത് അവരും ആമേൻ നമ്മോടൊപ്പം ആയിരിക്കാൻ തക്കവണ്ണം ഇടയായി തീർന്നല്ലോ. സ്വർഗത്തിലെ വലിയ അനുഗ്രഹങ്ങളാൽ എല്ലാവരെയും സ്വർഗം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഇന്ന് രാത്രി കൂട്ടായ്മയിൽ പങ്കെടുത്ത എല്ലാവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. നിങ്ങൾക്കിത് അനുഗ്രഹപ്രദമായി തീർന്നെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ, നിങ്ങളുടെ നിർദ്ദേശങ്ങൾ ഞങ്ങളെ അറിയിക്കുക. ആമേൻ. നിങ്ങളുടെ കൂടപ്പുറപ്പിൽ നിങ്ങളുടെ മാതാപിതാക്കൾക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുവാൻ മറക്കരുത്. ആമേൻ. സ്നേഹതീരം പ്രയർ ഫാമിലിയുടെ പ്രാർത്ഥന ഗ്രൂപ്പിൽ ഒരു പ്രാർത്ഥന വിഷയം അറിയിച്ച് പ്രാർത്ഥിപ്പാൻ താല്പര്യമുള്ളവർ ഹല്ലേലൂയ 9744703489 എന്ന നമ്പറിൽ റിക്വസ്റ്റ് ചെയ്യുക. ആമേൻ. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. അതുപോലെ തന്നെ സ്നേഹതീരം പ്രയർ ഫാമിലിയുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. ആമേൻ. അത് ബെൽ ബട്ടൺ അമർത്തുക. നിങ്ങൾക്ക് ലഭിക്കുന്ന ആമേൻ അത് നോട്ടിഫിക്കേഷൻ ആമേൻ അത് കാണുകയും ലൈക്ക് ചെയ്യുകയും ചെയ്യുക. അനേകർക്ക് അത് ഷെയർ ചെയ്ത് കൊടുക്കുക. ആമേൻ. നിങ്ങൾ പരിചയപ്പെടുത്തുക. ആമേൻ. യൂട്യൂബിലൂടെയും ലൈവ് ചെയ്യുവാനുള്ള ഒരു അവസരം നമുക്ക് ലഭിക്കുവാൻ തക്കവണ്ണം ഇടയാകേണ്ടതിനാണ് ആമേൻ നിങ്ങളോട് ഓർപ്പിക്കുന്നത്. ആമേൻ. ഒപ്പം ആമേൻ അനേകർക്ക് അത് ആശ്വാസവും അനുഗ്രഹവും വിടുതലുമായി തീരുമല്ലോ. ഈ കൂട്ടായ്മയിൽ അത് ഷെയർ ചെയ്യുകയും പ്രാർത്ഥിക്കുകയും ഇതിൻ്റെ ഡാറ്റ ക്രമീകരണം ചെയ്യുകയും ഒക്കെ ചെയ്യുന്ന എല്ലാവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. വിശേഷ കർത്താവിന്റെ ദാസനെ ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ, മാനിക്കട്ടെ, ഏറെ കൃപ കൊണ്ട് നിറയ്ക്കട്ടെ. ആമേൻ. ദൈവം അനുവദിച്ചാൽ നാളെ ആമേൻ രാത്രിയിലും ആമേൻ നമുക്ക് ഒരുമിച്ച് ഈ കൂട്ടായ്മയിൽ പങ്കാളിത്തം വഹിപ്പാൻ ദൈവം അവസരം ഒരുക്കുന്നെങ്കിൽ ആമേൻ നമുക്ക് കൂടി വരാം. ആമേൻ. അതുവരെ ദൈവം തന്റെ ചിറകിന്റെ കീഴിൽ അവിടെവിടങ്ങളായി നമ്മെ സൂക്ഷിക്കുകയും പരിപാലിക്കുകയും ചെയ്യട്ടെ. ക്രിസ്തുവിൽ നിങ്ങളുടെ സഹോദരൻ പാസ്റ്റർ ഷിജു ജോസ്, സ്നേഹതീരം പ്രയർ ഫാമിലി. ശുഭരാത്രി.